ധാരാളമായി. എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്കൊരു ഞായറാഴ്ച കൂടെ കടന്നു വരുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വചനങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുന്നു എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനം ചിന്തിച്ച് നിർത്തി എന്തോന്നാ? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് നമ്മളെ വിട്ടുകൊടുത്താൽ, എങ്ങനെ പരിശുദ്ധാത്മാവിന് നമ്മളെ വിട്ടുകൊടുത്താൽ സ്തോത്രം 3 കാര്യങ്ങൾ ധ്യാനിച്ചല്ലേ? ബാക്കിയുള്ളത് ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം സമയം തരുന്നത് പോലെ കർത്താവ് ഒരുക്കട്ടെ, ആത്മാവ് തന്നെ നിയന്ത്രിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം വചനം മുതൽ വായിക്കുമ്പോഴും 2 തിമോഥെയോസിന്റെ ലേഖനം 1:5 ആദ്യം വായിച്ച ശേഷം 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ആദ്യം നമുക്ക് വായിച്ചു തുടങ്ങാം. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം. വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. 4 മുതൽ വായിക്കാം സിസ്റ്റർ. 2 തിമോഥെയോസ് 1:4 മുതൽ അങ്ങോട്ട് എല്ലാവരും വേദപുസ്തകം തുറന്നു നോക്കണം. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് എന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. എന്തോന്ന് വാക്യമല്ലേ? ഓർമ്മ നിമിത്തം നിർവ്യാജ വിശ്വാസത്തിന്റെ. ആമേൻ. പൂർവികരുടെ ദൃഷ്ടാന്തം അനുസരിച്ച്. എന്തോന്ന് വരി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അടുത്ത വരി. ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന. എങ്ങനെ ആരാധിക്കുന്നത്? ആരാധന എങ്ങനെയാണ്? നിർമ്മലമായ മനസാക്ഷി. എങ്ങനെയുള്ള ആരാധന? നിർമ്മലമായ മനസാക്ഷി. അടുത്ത് ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം. നിന്റെ ആരുടെ? അപ്പോസ്തലനോട് ആരോട് പറയുകയാണ്? തിമോഥെയോസിനോട് പറയണം. നിന്റെ നിർവ്യാജ. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം. ആരുടെ നിർവ്യാജ വിശ്വാസം? തിമോഥെയോസിന് എന്തുണ്ട്? എല്ലാവരും ശ്രദ്ധിക്കണം. തിമോഥെയോസിന് എന്തുണ്ട്? നിർവ്യാജ വിശ്വാസം. അടുത്ത വരി. നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം. ഏത് വിശ്വാസം? ഈ നിർവ്യാജ വിശ്വാസം. അടുത്ത് ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും. അപ്പൊ ഇപ്പൊ ആരുടെ അടുത്തുണ്ടത്? വലിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. എത്ര തലമുറ നോക്കണേ. അമ്മയുടെ അമ്മയ്ക്ക് ഈ വിശ്വാസം. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചേ തീരൂ. ആരും ഉറങ്ങിയാലും പേര് വിളിച്ച് പൊക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു. വചനം ശ്രദ്ധിച്ചേ തീരൂ. നോക്കിക്കേ, ഈ തിമോഥെയോസിൽ ഉണ്ടായ വിശ്വാസ നിമിത്തം അപ്പോസ്തലൻ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറയുകയാണ്, ഇത് നിന്റെ വല്യമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞാൽ അടുത്ത ബാക്ക് തലമുറ, അതിൻ്റെയും ബാക്ക് തലമുറയായ അമ്മയുടെ അമ്മയ്ക്ക് ഇതേ വിശ്വാസം. ഏത് വിശ്വാസം? നിർവ്യാജ, കഴമ്പില്ലാത്ത, കള്ളമില്ലാത്ത ഒരു ദൈവിക വിശ്വാസം. ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള അടുപ്പം, ദൈവത്തോടുള്ള ഇഷ്ടം. അതാരെയും കാണിക്കാനല്ല, അവരും ദൈവവും തമ്മിൽ എപ്പോഴും ഒരു ബന്ധം, ആഴമായ ഒരു ബന്ധം, ആർക്കും പിടിച്ചു കൊലുക്കാൻ പറ്റാത്തൊരു ബന്ധം. തിമോഥെയോസേ, നിന്റെ മേലുള്ളതുപോലെ നിന്റെ വല്യമ്മയായ ലോവീസിലും ഉണ്ട്. അടുത്ത വരി. അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. ഇതേ വിശ്വാസം ആരിലും ഉണ്ട്. അപ്പൊ എത്ര തലമുറ? എത്ര തലമുറ? വലിയമ്മ, അമ്മ, തിമോഥെയോസ്. അപ്പൊ എത്ര തലമുറ? 3 തലമുറയിലും ഏത് വിശ്വാസം? ഏത് വിശ്വാസം? നിർവ്യാജ ആരാധന, വ്യാജമില്ലാത്തത്. പ്രാർത്ഥന വ്യാജമില്ലാത്തത്. ദൈവത്തോട് അടുത്തിരുന്ന ബന്ധം. വചനം കേൾക്കുമ്പോൾ ആഴമായി അത് ഗ്രഹിക്കുന്ന ബന്ധം. പാപത്തെ ഉണർത്തുമ്പോൾ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ നിറയുന്നൊരു ബന്ധം. ആ കർത്താവുമായിട്ടുള്ള ബന്ധം, വിശ്വാസം. മറ്റൊന്നുമല്ല, ആർക്കും തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസം ഈ 3 തലമുറയ്ക്ക് ഉണ്ടായിരുന്നു. ആർക്കൊക്കെ? സ്വത്രം. വല്യമ്മ ലോവീസിലും, പിന്നെ അമ്മ യൂനിക്കയിലും, മകനാകുന്ന എത്ര തലമുറ? അമ്മ ലോവീസ്, പിന്നെ യൂനിക്ക, വലിയമ്മ ലോവീസ്, തിമോഥെയോസ്. 3 തലമുറ. അമ്മയുടെ അമ്മ, മകൻ. അങ്ങനെ എത്ര തലമുറ? 3 തലമുറയിൽ ഒരു ആരാധനയുടെ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിമോഥെയോസേ, നിന്റെ വിശ്വാസം വ്യാജമല്ലടാ, നിന്റെ ആരാധന വ്യാജമല്ലടാ, നിന്റെ സ്തുതി വ്യാജമല്ലടാ, നിന്റെ സ്തോത്രം വ്യാജമല്ലടാ, നിന്റെ ജീവിതം വ്യാജമല്ലടാ, നിന്റെ രാത്രി പകൽ വ്യാജമല്ലടാ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ സ്തോത്രം ചെയ്യുകയാണ്.
രണ്ടാമത് പറയുന്നു, എടാ നിന്റേത് മാത്രമല്ല, നിന്റെ വല്യമ്മ, അമ്മയുടെ അമ്മ ഉണ്ടല്ലോ, അവരും പണ്ട് സ്തുതിക്കുമായിരുന്നു, അവരും പണ്ട് ആരാധിക്കുമായിരുന്നു. അവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതും എങ്ങനെയുള്ള വിശ്വാസം? കഴമ്പില്ലാത്ത വിശ്വാസമാണ്. ഓ തീർന്നില്ല, നിന്റെ അമ്മയുണ്ടല്ലോ, നിന്നെ പ്രസവിച്ച അമ്മ, ആ അമ്മയ്ക്കും ഇതേ വിശ്വാസം ഉണ്ടായിരുന്നു. ആണല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 3 തലമുറയിൽ ഈ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ വായിച്ചേ. അവൻ ദെർബയിലും ലുസ്ത്രയിലും ചെന്നു അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തീമത്യോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. തീമത്യോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കന്യോയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. എങ്ങനെയുള്ളവനാണ്? സാക്ഷ്യം. നല്ല അമ്മയാര്? വിശ്വാസമുള്ള അമ്മ. വ്യാജമുള്ള വിശ്വാസമാണോ? വ്യാജമില്ലാത്ത വിശ്വാസമുള്ള അമ്മ. അമ്മയുടെ അമ്മയോ? കൊച്ചുമോനോ? നോക്ക്, 3 പേരും ഒന്ന് നിരയിലെടുത്ത് നോക്ക്. 3 പേരും മനുഷ്യനെ നോക്കിയിട്ടല്ല, അവർ നേരിട്ട് ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടുള്ളൊരു ആരാധന. ആരും തള്ളിയുള്ള ഒരു സ്തുതിയല്ല. എങ്ങനെ പള്ളിപ്പോ ഞായറാഴ്ച എന്നുള്ള ആരാധനയല്ല. വൈകുന്നേരം പ്രാർത്ഥന എന്നുള്ള പ്രാർത്ഥന അല്ല. ഇവരുടെ 3 പേരുടെയും 3 തലമുറയിലെ 3 മക്കളുടെ ആരാധന തള്ളിയിട്ട് ഉന്തിയിട്ട് ഓടിച്ചിട്ട് ബഹളം വെച്ചിട്ട് അപ്പൻ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ട് പള്ളിക്കാർ പറഞ്ഞിട്ടുള്ള ആരാധനയല്ല. പിന്നെയോ, അവർ ദൈവത്തോട് അടുത്തിരുന്ന് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ രുചിച്ചറിഞ്ഞ് ആ സാന്നിധ്യം മനസ്സിലാക്കി, ആ കൃപ മനസ്സിലാക്കി, ആർക്കും പറ്റാത്ത ബന്ധത്തിനകത്ത്, ആർക്കും അകറ്റാൻ പറ്റാത്ത ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിനകത്തുള്ള ഒരു ആരാധന ആരിലെല്ലാം ഉണ്ടായിരുന്നു? ലോവീസിലും യുനീക്കിയിലും, മറക്കല്ലേ, ലോവീസിലും യുനീക്കിയിലും തീമത്യോസിലും. 3 പേരും 3 തലമുറക്കാർ. വല്യമ്മ, അമ്മ, മകൻ. ദൈവത്തിന് സ്തോത്രം. 3 പേരും നിർവ്യാജ വിശ്വാസമുള്ളവർ. ഈ കൊച്ചുമോനെ കുറിച്ച്, അല്ലെങ്കിൽ ലോവീസിന്റെ കൊച്ചുമോനായ തീമത്യോസിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് അപ്പോസ്തലൻ പോയപ്പോൾ തീമത്യോസിനെ കണ്ടു, ഒത്തിരി ഇഷ്ടമായി. തീമത്യോസിനെ കണ്ടപ്പോഴേ ഇഷ്ടമാകാൻ കാരണം എന്താ? അവൻ വിശ്വാസമുള്ളവനാ, ദൈവത്തോടുള്ള അടുപ്പമുള്ളവനാ, ആർക്കും അകറ്റാൻ പറ്റാത്ത ദൈവമായിട്ടുള്ള ബന്ധമുള്ളവനെ ആർക്കും ഇഷ്ടമായി. പൗലോസ് അപ്പോസ്തലന് ഇഷ്ടമായി. വായിച്ച വരി. അവൻ തീമത്യോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കന്യോയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. അടുത്ത വരി. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. തന്നോടുകൂടെ പോരണമെന്ന്. അടുത്ത വരി. അവന്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പോസ്തലൻ ഇച്ഛിച്ചു ആരോടെ കൂടെ പോരണമെന്ന്? അപ്പോസ്തലൻ ആഗ്രഹിച്ചു, ഇവനെ എനിക്ക് വേണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി എന്തുകൊണ്ടാണ് വേണം തോന്നാൻ കാരണം? ആ വിശ്വാസം, ആ ആരാധന ഒരാളിനെ കാണിക്കാനുള്ളതല്ല. അപ്പൻ തള്ളിയിട്ടല്ല, ലോവീസ് തള്ളിയിട്ടല്ല, ഇവീക്ക് തള്ളിയിട്ടല്ല, നാട്ടുകാർ തള്ളിയിട്ടല്ല. ഈ മകൻ അപ്പച്ചനുമായിട്ട് ദൈവമായിട്ടൊരു അഭേദ്യമായ ഒരു ബന്ധം. ആർക്കും അങ്ങനെയുള്ളൊരു ബന്ധമുള്ളവനെ തകർക്കാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും അവരെവിടെ പോയാലും അവരെ തകർക്കാൻ ഈ ഒരു ബന്ധം. കാരണം ദൈവമായിട്ടുള്ള ബന്ധം. വായിച്ച അടുത്ത വരി. തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവനെ വിചാരിച്ച് അവരെ പരിച്ഛേദന കഴിപ്പിച്ചു. അടുത്ത് അവർ പട്ടണം തോറും ചെന്ന്, എന്നിട്ട് അപ്പോസ്തലന്റെ കൂടെ ആര് പോയി? പറ. തീമത്യോസിനെ കൊണ്ടുപോയി. ഇവര് പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും. എങ്ങനെ ഉറച്ചു? കാരണം എന്താ? ഒന്ന്, ഇവരാരുമായിട്ട് യഥാർത്ഥ ബന്ധമുള്ളവരാ രണ്ടുപേരും. പറ ആരുമായിട്ട് ബന്ധമുള്ളവരാ? അടിച്ചതിനും വേണ്ടി പാടിയവരല്ല, തള്ളിവിട്ടതല്ല, ഇവരെ ഉന്തി വിട്ടതല്ല. ഇവർ ദൈവത്തെ അടുത്തറിഞ്ഞ് അനുഭവിച്ച് ആരാധിക്കുന്നവരാണ്.
ആർക്കും അകറ്റി മാറ്റാൻ പറ്റാത്ത ബന്ധമുള്ളവരാണ് ആര്? ഇവര് തകർക്കാൻ പറ്റില്ല. ഇവര് ഓരോ ദിവസവും മാത്രമല്ല, ഇവർക്ക് സാക്ഷ്യം ഉണ്ടായിരുന്നു, നല്ലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സഭ എന്ത് ചെയ്തു? പെരുകി. അവർ വിശ്വാസത്തിൽ എന്ത് ചെയ്തു? ഉറച്ചു. ആത്മാവിൽ എന്ത് ചെയ്തു? ബലപ്പെട്ടു. അപ്പന്റെ കൃപയിൽ എന്ത് ചെയ്തു? നിറഞ്ഞു വർദ്ധിച്ച് പെരുകി അങ്ങോട്ട് പോയി. 2 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 17 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, 2 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, വായിച്ച 2 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17. എല്ലാവരും വേദപുസ്തകം തുറക്കണം. 2 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം മുതൽ 4-ന്റെ 17 മുതൽ വായിച്ചേ. കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. സോറി, 1 തിമോഥെയോസിന്റെ ലേഖനം 6-ന്റെ 17 മുതൽ വായിച്ചേ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും. കണ്ടോ? ധനവാന്മാരോട് എങ്ങനെ ഇരിക്കണം? തിമോഥെയോസിനോട് പറയുകയാണ്, ഉന്നത ഭാവം. ധനവാനും ദരിദ്രനോ അങ്ങനെ ഒന്നുമില്ല. എങ്ങനെയുള്ളവരൊക്കെയാണ്? ഉന്നത ഭാവം ഇല്ലാതിരിക്കണം. അടുത്ത വരി. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. നോക്കിയേ, ഇന്ന് അനേകർ ധനത്തിന്റെ പുറകെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമില്ലാത്ത ധനത്തിന്റെ അല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാൻ. നോക്കിയേ, ഇന്ന് ഞാൻ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിലുള്ളതിന് വേണ്ടി വെപ്രാളപ്പെട്ട് പടച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള ഓട്ടമാണ്? വെപ്രാളപ്പെട്ട് ഓടുകയാണ്. എന്നാൽ നമ്മുടെ അകത്തൊരാഗ്രഹം വേണം. എന്തെന്ന് ആഗ്രഹം? യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ആഗ്രഹം. എങ്ങനെയുള്ളൊരാഗ്രഹം? ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, ഇത് സിസ്റ്റർ ഇത് അങ്ങനെ മടക്കി പിടിച്ചോ. അടുത്ത് ഈ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന് സ്തോത്രം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. വായിച്ചേ. ലൂക്കോസ് 19-1 മുതൽ വായിക്കുമ്പോൾ, എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? നിലനിൽക്കണമെങ്കിൽ യേശുവിനെ കാണണം. ആമേൻ. യേശുവിൻ്റെ കൃപ അനുഭവിക്കണം, യേശുവിൻ്റെ ശക്തി അനുഭവിക്കണം, യേശുവിനൊന്ന് കാണണം. ഇല്ലാത്തടത്തോളം കാലം നമ്മൾ നിലനിൽക്കത്തില്ല. 4-5 ദിവസം ആരാധിക്കും, അത് കഴിഞ്ഞാൽ വീണു പോകുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ഓട്ടം ക്രിസ്തുവിലല്ല, ആഗ്രഹം ക്രിസ്തുവിലല്ല, ദാഹം ക്രിസ്തുവിലല്ല. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദാഹം ക്രിസ്തുവിലല്ല, സ്തോത്രം. ക്രിസ്തുവിനോടുള്ള അടുപ്പമല്ല, ലോകത്തോടുള്ള അടുപ്പമാണ്, ലോകത്തോടുള്ള ഇഷ്ടമാണ്, ലോകത്തോടുള്ള ദാഹമാണ്. സക്കായി ഒരു ദിവസം ചിന്തിച്ചു, എനിക്ക് ആരെ കാണണം? എൻ്റെ യേശുവിനെ കാണണം. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനെ എനിക്ക് കാണണം? ഇന്ന് ഞാൻ പറയാം, ഹല്ലേലൂയ. ഇന്ന് അനേകർ എന്ത് ചെയ്യുന്നില്ല? ദൈവമായിട്ടൊരു ബന്ധം അവർക്കില്ല. ദൈവമായിട്ടൊരു ബന്ധം ഇല്ല. ശ്രദ്ധിച്ച് കേട്ട്, ദൈവമായിട്ടൊരു ബന്ധം അനേകർക്കില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പനും അമ്മയും തള്ളുന്നു രാവിലെ ആകുമ്പോൾ, മക്കളെ ഇന്ന് ഞായറല്ലേ, ഇന്ന് വെള്ളിയല്ലേ, ഇന്ന് വ്യാഴമല്ലേ, ഇന്ന ദിവസമല്ലേ, വള്ളിപ്പോ തള്ളുന്നു. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ സമയമാകുമ്പോൾ തള്ളുന്നു. പ്രാർത്ഥിര് മക്കളെ, പ്രാർത്ഥിര്. ഓ, സമയമായി, പ്രാർത്ഥിര്. തള്ളുകയാണ്, ഉന്തുകയാണ്. ഓ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം പറയുന്നു, അമ്മ പറയുന്നു, മക്കളെ, ഓ സ്തോത്രം, പ്രാർത്ഥിര്. അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം കുഞ്ഞുങ്ങൾ ഒരു പരിധി വരെ എന്ത് ചെയ്യും? പള്ളിയിലൊക്കെ വരും, തള്ളി ഉന്തിയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തും. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തള്ളി ഉന്തിയൊക്കെ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് ഇരുത്തും. എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി ഉന്തിയൊക്കെ കൊണ്ടിരുത്തി സൺഡേ സ്കൂളിന് ഉള്ളൊക്കെ കൊടുത്ത് 5 വചനമൊക്കെ കാണാപ്പാടമൊക്കെ പഠിപ്പിച്ച് അവരെ ഇടിയും ചവിട്ടവും കൊടുത്തൊക്കെ കൊണ്ടുവരും. 5 ദിവസം കഴിയുമ്പോൾ അവർ അല്പം കൂടെ വളരും. ഒരു 17-18 വയസ്സൊക്കെ ആകുമ്പോൾ അവർ പിന്നെ സൺഡേ സ്കൂളിൽ വേണ്ട. കാരണം എന്താ? അതുവരെ ആ യേശുവിനെ അനുഭവിച്ചിട്ടില്ല. പിന്നെ പള്ളി വന്നത് എന്തിനാ? പള്ളി വന്ന അപ്പനും അമ്മയും അടി കൊടുത്ത് കൊണ്ടുവന്നതാണ്, അടിയുടെ പുറകെ വന്നതാണ്. സ്വത്രം വന്നു ഇരുന്നു. 17, 18, 19 വയസ്സ് കഴിയുമ്പോൾ ഇവർ പതുക്കെ ഇവരെ ലോകത്തിലോട്ട് സഞ്ചാരം തുടങ്ങി. ലോകത്തിലോട്ട്. പിന്നെ അപ്പൻ്റെ കസ്റ്റഡിയിൽ നിൽക്കില്ല. പക്ഷെ അമ്മ ഭയങ്കര ആരാധനയായിരിക്കും, അപ്പനും ഭയങ്കര ആരാധനയായിരിക്കും, ഭയങ്കര പ്രസംഗമായിരിക്കും, ഭയങ്കര ആരാധനയായിരിക്കും, ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. മക്കൾ പതുക്കെ തെറ്റിപ്പോകും. ഇങ്ങനെ അങ്ങ് ചലിക്കാൻ തുടങ്ങും. അതറിയാൻ പറ്റും, ചലിക്കാൻ തുടങ്ങും. പിന്നെ അവരൊരു പരിധി കഴിയുമ്പോൾ സ്വത്രം അവർ പറയും, എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, എനിക്ക് പള്ളിയിൽ എപ്പോഴും വരണമെന്ന്, എനിക്ക് എന്നെ ഇനി നിങ്ങളാരും ഒന്നും. പിന്നെ വീട്ടിൽ അടി എന്തോന്നായിരിക്കും? അടി പ്രാർത്ഥിയിരെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അടി,
ബൈബിൾ വായിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലടി, അടുത്ത് പള്ളി പോകുന്നില്ലെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലടി, നീ എന്തിനാണ് താമസിക്കുന്നത് അതിൻ്റെ പിന്നിലടി, പിന്നെ അപ്പനും മക്കളും കൂടെ അടി കൂടുന്നത് എന്തിനാണ്? പറ, എന്തിന്? ഈ ആരാധനയുടെ വിഷയം പറഞ്ഞാൽ അടി. എനിക്കറിയാൻ പോകാൻ, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല, എനിക്ക് തോന്നുമെങ്കിൽ പോകും, എനിക്ക് തോന്നൂല്ലെങ്കിൽ പോകില്ല. എന്നെ നിങ്ങളാരും പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ അടുത്ത് കല്യാണം കഴിയുമ്പോൾ ജീവിത പങ്കാളി അതുപോലെയാണെങ്കിൽ 2 കുരുടരും കൂടെ പിന്നെ അപ്പനും അമ്മ ഇടിയും തള്ളും വഴക്കും കൊടുത്ത് കൊണ്ടുപോയാൽ ചിലപ്പം 4-5 ദിവസം കൂടെ കുറച്ച് നേരമൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ അല്പസമയമൊക്കെ അങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ ഇരിക്കും. സ്വത്ത് 2 പേരും കൂട്ടാണല്ലോ, ഉന്തിയും തള്ളിയൊക്കെ ഇരിക്കും. അപ്പനും അമ്മയും കുറച്ച് നല്ല പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പിള്ളേർ പള്ളിയിൽ അടുത്ത തലമുറ ഇവിടെ ഇല്ല. ഈ തലമുറയ്ക്ക് കുറച്ചറിയാം, പക്ഷെ അപ്പനെ രുചിച്ചറിഞ്ഞിട്ടില്ല. അപ്പൻ്റെ ശക്തിക്ക് വേണ്ടി ഇരുന്നില്ല, അപ്പൻ്റെ കൃപയ്ക്ക് വേണ്ടി ഇരുന്നില്ല, അപ്പൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഇരുന്നില്ല, അപ്പ എന്നെ തൊടണേ എന്ന് പറഞ്ഞിരുന്നില്ല. ഇവർക്ക് ദൈവത്തെ അറിയാം, പക്ഷെ അനുഭവിച്ചിട്ടില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അവർക്ക് ദൈവത്തെ അറിയാം. അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തതും സൺഡേ സ്കൂളിൽ ഇരുത്തിയതും അടി കൊടുത്തത് കൊണ്ട് ദൈവത്തെ അറിയാം, പള്ളിയിൽ പോകണം ആരാധിക്കണമെന്ന് അറിയാം. പക്ഷേ എന്തില്ല? ഒന്ന്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഇല്ല, വെളിപ്പാടില്ല. പിന്നെ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല. പരിജ്ഞാനത്തിൽ നിന്ന് വരുന്ന വെളിപ്പാടുകളോ ദർശനങ്ങളോ ക്രിസ്തു എന്തിനാണ് എന്നെ വിളിച്ചെന്നുള്ള വിളിയോ ഇല്ല. അവർ ഒരു ലോക മനുഷ്യനായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പൻ്റെ അമ്മയുടെ കാലം കഴിയുമ്പോൾ അവർ പള്ളി വരില്ല, പിന്നെ പള്ളി കാണൂല. അവരുടെ മക്കൾക്ക് ഈ യേശുവിന് എന്തില്ല? പരിചയവും. ആളുകളുടെ മുമ്പിൽ ഭയങ്കര വെപ്രാളവും പടയലും ഒക്കെ കാണിച്ച് കുറച്ചൊക്കെ കാട്ടിക്കൂട്ടിയൊക്കെ വെക്കും. പക്ഷെ ആത്മാർത്ഥമായിട്ട് അവർക്ക് എന്തില്ല? പറ, സമ്മതിച്ചേ പറ്റൂ. ഇത് ആത്മാർത്ഥമായിട്ട് എന്തില്ല? പക്ഷെ അപ്പൻ തള്ളി ഒരാൾ പള്ളി വന്നിരുന്ന് ആരാധിച്ച സ്വർഗത്തിൽ പോകില്ല, ദൈവത്തെ അറിയാനും പറ്റൂല. അമ്മ തള്ളി ഉന്തി അടി കൊടുത്ത് വന്നിരുന്ന് ആരാധിച്ചാൽ സ്വർഗത്തിലും പോകാൻ പറ്റത്തില്ല, അനുഭവിച്ചറിയാനും. അങ്ങനെയൊക്കെയുള്ള തലമുറ ചിലപ്പോൾ അപ്പനും അമ്മ ജീവിച്ചിരിക്കും പള്ളിയിലൊക്കെ തന്ന് അടിച്ചതിന് വേണ്ടി പാടിയും എന്ന് പറഞ്ഞാൽ അകത്താ ജീവനൊന്നും ഇല്ല, ജീവനേ ഇല്ല. പിന്നെ എന്തോന്ന്? പുറമേ ഉള്ള ക്രിസ്ത്യാനി, പുറം ക്രിസ്ത്യാനി, അകത്താരില്ല, യേശുവില്ല, ഇല്ല, പുറം ക്രിസ്ത്യാനി. പിന്നെ സ്വത്രം എന്തെങ്കിലും കുറച്ച് കാട്ടിക്കൂട്ടിയൊക്കെ കാണിക്കും, അകത്താരില്ല. പുറത്ത് മാത്രം ഒരു അഭിനയം, നാടകമേ ഉള്ള, ആഡംബരം മാത്രമേ ഉള്ളൂ, അകത്താരില്ല, യേശുവില്ല. അങ്ങനെ വരുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ കാലശേഷം ഈ മക്കൾ അടുത്ത് പോവില്ല. അവരുടെ തലമുറയ്ക്ക് ഇവരറിഞ്ഞ യേശുവിനെ അറിഞ്ഞൂടാ. ഇവരനുഭവിച്ചിട്ടില്ല, കണ്ടു, അറിഞ്ഞു. എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന പള്ളിയിലാണ് ഞങ്ങൾ പോയത്, യേശുവിനെ എല്ലാവരും ആരാധിക്കുന്നുണ്ട്, ഞാനും പോയി ആരാധിക്കും, ഇത്രയും അറിയാവൂ. പക്ഷേ യേശുവിനെ എന്ത് ചെയ്തിട്ടില്ല? വെളിപ്പെട്ടില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചിട്ടില്ല, പരിജ്ഞാനമില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കുകയും ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയും വിളിയാലുള്ള ആശ ഇന്നെന്ന് അറിയാത്ത ഒരുത്തിക്കും ഞാൻ പറയാം, അപ്പൻ്റെ അമ്മരെയും തള്ളുകൊണ്ട് പള്ളി വരും, അത് കഴിഞ്ഞ് ഇവർ കാണൂല. ഇനി ഇവരുടെ തലമുറയ്ക്ക് ഈ യേശുവിനെ ഇവർ കൊടുക്കുകയില്ല. ഇവരുടെ തലമുറ 5 ദിവസം കഴിയുമ്പോൾ എല്ലാ അന്യദൈവങ്ങളുടെ പുറകെയും പോകും. കാരണം എന്തറിയാമോ? ഇവരനുഭവിച്ചാലല്ലേ ഇവരുടെ മക്കൾക്ക് അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ, അതിനുവേണ്ടി ഇരുത്താൻ പറ്റൂ. ഇവർ ഉപവാസ പ്രാർത്ഥനയ്ക്കും ആരാധനകൾക്കും സഭയിലുള്ള ശുശ്രൂഷകൾക്കും ആരാധനകൾക്കും ഇരിക്കുകയും തിരിച്ച് വീട്ടിൽ ചെന്നിരുന്ന് വന്ന് പള്ളി മാത്രം ഇരിക്കുകയല്ല, വീട്ടിൽ ചെന്നിരുന്ന് ദൈവത്തോട് ആർക്കും മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധത്തിലേക്ക് വരാൻ, ബന്ധമില്ലെങ്കിൽ പോലും അപ്പാ ഇതിനകത്തൊരു സത്യമുണ്ട്, എന്നെ അത് ഗ്രഹിപ്പിച്ച് തരണം, എനിക്കിത് അറിയിക്കണം, എന്നെ തൊടണം അപ്പാ, എൻ്റെ അകത്ത് അങ്ങയുടെ ജീവനെ പകരണം. എല്ലാവരും പാടുന്നു, ഞാനും പാടുന്നു, എല്ലാവരും പ്രസംഗം കേൾക്കുന്നു, ഞാനും കേൾക്കുന്നു, എല്ലാവരും പള്ളി പോകുന്നു, ഞാനും പോകുന്നു. അതുപോലെ അല്ല, ഹാനോക്കിനെ പോലെ ആ തലമുറയിൽ കൂടെ നടന്ന ഒരാളായി ഹാനോക്ക് മാറിയതുപോലെ എനിക്കും അങ്ങയുടെ ഹൃദയം ഇവിടെ പറയണം. പുതിയ
നീലിമത്തിനകത്ത് യോഹന്നാൻ ആ ചങ്കോട് ചാരി കിടന്നതുപോലെ എനിക്ക് അങ്ങയുടെ ചങ്കോട് ചാരി കിടന്ന് ആ സാന്നിധ്യം എന്തെന്നറിയണോ, ആ ശക്തി അറിയണോ, ആ കൃപ അറിയണോ, അഭിഷേകം അറിയണോ, ആ ദൈവശക്തി അറിയണോ, എനിക്ക് അങ്ങേക്കായി ജീവിക്കണോ. അയ്യോ കർത്താവേ, അപ്പാ യുനീക്കയിലുണ്ടായ വിശ്വാസം, ലോവീസിലുണ്ടായ വിശ്വാസം തിമോത്തിയോസിലുണ്ടായിരുന്നു. അവർ 3 തലമുറക്കകത്തും ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു. ഇന്നൊരു തലമുറ അപ്പൻ മാത്രം ആരാധിക്കും, അമ്മ മാത്രം ചിലപ്പോൾ ആരാധിക്കും. അടുത്ത തലമുറ അപ്പൻ്റെ അമ്മയുടെ ഉന്തും തള്ളും കൊണ്ട് ചിലപ്പോൾ പള്ളിയിൽ വന്നൊക്കെ കുറച്ച് നേരമൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ ഇവർ ആരടുത്തില്ല. ഇവർ കാരണം എന്നറിയാമോ? അകത്തെന്തില്ല, യേശുവിൻ്റെ ജീവനില്ല. എന്തില്ല പറ? അകത്തെന്തില്ല? യേശുവിൻ്റെ ജീവനില്ല. ഈ ജീവൻ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൻ്റെ അടുത്ത് വാഴണം, അപ്പൻ്റെ അടുത്ത് ഇരിക്കണം, വീട്ടിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പാ ആ ജീവൻ എൻ്റെ അകത്ത് തരിക. പ്രാധാന്യം ആർക്ക് കൊടുക്കണം? യേശുവിന് കൊടുക്കണം. ഇല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ കാലശേഷം യേശുവിൻ്റെ വരവാണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ കാലശേഷം ഞാൻ പറയാ സ്വത്ര ഈ അടുത്ത തലമുറ എവിടെ കാണൂല? ആലയത്തിൽ കാണൂല, ആരാധനയ്ക്കകത്ത് കാണൂല. അപ്പനും അമ്മയും ഉള്ളപ്പോഴേ തലമുറ ഇന്ന് തലകുത്തനെയാണ്. ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പനും അമ്മ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴേ ഇന്ന് അടിയും വെട്ടുമാണ്. പ്രാർത്ഥിക്കുവാനെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങളാരും എന്നെ പഠിപ്പിക്കാന്ന് വേണ്ട. കണ്ടോ പറഞ്ഞോ, എനിക്കറിയാം എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. പ്രാർത്ഥിയില്ല മക്കൾ പ്രാർത്ഥിയില്ല എന്ന് പറഞ്ഞ അപ്പൻ്റെ അമ്മയുടെ ജീവൻ പോകുന്നവരെ അല്ലേ പറയുള്ളൂ. അത് കഴിഞ്ഞ് അവർ പിന്നെ അന്നോട്ട് പ്രാർത്ഥനയില്ല. ജീവിത പങ്കാളികെട്ട ഭർത്താവും അത് തന്നെ, ഭാര്യയും അത് തന്നെ. അതിന് കിട്ടിയ മക്കൾക്കും അതൊന്നും അറിഞ്ഞും കൂടാ. അവർ പിന്നെ ഈ സ്വത്രം ഏത് ദൈവമാണ് സത്യദൈവം എന്ന് അറിഞ്ഞുകൂടാതെ പിന്നത്തെ തലമുറകൾ യേശുവിൻ്റെ വരെ താമസം എന്ത് ചെയ്യും? സഭയ്ക്കകത്ത് കാണില്ല. അവർ മറ്റൊരു ലോകത്തിലായിരിക്കും ജീവിതം. അവർക്ക് ദൈവം എന്ന് പറയുന്നതിനെ പോലും അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടം വരും. ദൈവമോ? ചിലപ്പോൾ ചില തലമുറകൾ നിരീശ്വര കൂട്ടത്തായിരിക്കും പോകുന്നത്. കാരണം എന്താ? ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. സ്വന്തം ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയ്ക്കകത്ത് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, എത്ര പേര് ആത്മാർത്ഥമായിട്ട് യേശുവായിട്ടൊരു ബന്ധമുണ്ട്? ഞാൻ ഉൾപ്പെടെ എന്നോടും കൂടെ ചേർത്ത് നിങ്ങളോടും കൂടെ ചേർത്ത് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, യേശുവായിട്ട് സ്വത്രം ഒരു ബന്ധമുണ്ടോ? നാളൊരു സമയം നാട്ടുകാർ പറയുന്നത് എന്താണെന്നറിയാമോ? ആ അമ്മ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കാനും പാടാനും ആ അപ്പൻ സ്വത്രം പ്രസംഗിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും ഒരാവശ്യം വന്നാൽ ഓടി വന്ന് പ്രാർത്ഥിക്കാനും കരയാനും മുട്ടുമടക്കാനും രാത്രി എൻ്റെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്ന ശബ്ദം, പകൽ എൻ്റെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്ന ശബ്ദം. ഇപ്പോഴിതാ ആ വീട്ടിനകത്ത് ആ മക്കൾ ഒരിക്കലും പള്ളിയിലും പോകില്ല. അടുത്ത തലമുറ നാട്ടുകാർ പറയുന്നതെന്നറിയാമോ? നോക്ക്, അപ്പനും അമ്മയും രാത്രിയും പകലും പ്രാർത്ഥനയായിരുന്നു. ഇപ്പം ഈ മക്കൾക്ക് എന്തില്ല? ഇവർ പള്ളിയിലും പോകില്ല, ഇവർ പ്രാർത്ഥനയില്ല, ഇവർ ആരാധനയില്ല, ഇവരെ സ്തോത്രവുമില്ല, ഇവരെ സ്തുതിയുമില്ല, ഇവരൊന്നും ഇവർ തന്നെ മറന്നുപോയി. അപ്പനും മരിക്കുകയും ചെയ്തു. ഇപ്പം തലമുറകൾ ആരും ഇവിടെ ഇല്ല, ദൈവത്തിനടുത്ത് ഇല്ല. നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാം അതൊക്കെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി ഞാൻ ചോദിക്കട്ടെ, ആരും തള്ളാതെ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് പള്ളി വന്ന് എത്രവരുണ്ട്? ഇന്നീ പള്ളിക്കകത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ, എന്നെ ശ്രദ്ധിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. സ്തോത്രം. ഇന്ന് ഈ പള്ളിക്കകത്ത് വന്ന് യേശുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ പള്ളിക്കകത്ത് വന്നത് എന്ന് പറയാൻ, യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നെന്ന് പറയാൻ, യേശു എന്നെ സ്നേഹിക്കുന്നെന്ന് പറയാൻ, ആർക്കും പിടിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധം ഞാനും എൻ്റെ യേശു ഉണ്ടെന്ന് പറയാൻ എത്ര പേര് പറയും? എത്ര പേർക്കുണ്ടത് പറയാൻ? അതോ നമ്മളെ മാതാപിതാക്കളെ പ്രസാദിപ്പിക്കാൻ, പള്ളിക്കാരെ പ്രസാദിപ്പിക്കാൻ, ഇന്ന് പള്ളി ഞായറല്ലേ പോകാം തല കാണിക്കാം, അങ്ങനെ തല കാണിക്കാൻ, ഒന്ന് പ്രസാദിപ്പിക്കാൻ നമ്മൾ വന്നതാണെങ്കിൽ ഞാൻ പറയാം, അവിടെ ഒരിടം കാണൂല, ഉറപ്പാ കാണൂല. അടുത്ത് അപ്പനും അമ്മയും ഇവിടുന്ന് കർത്താവിൻ്റെ വരവിൽ കർത്താവ് വരാൻ താമസിച്ചാൽ അവരെടുക്കപ്പെട്ടാൽ അതിനുശേഷം ഈ തലമുറകളൊന്നും പള്ളിക്കകത്തും കാണൂല. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട മക്കളെ വിവാഹം കഴിക്കണം. അത് യഥാർത്ഥ രക്ഷയായിരിക്കണം. ചുമ്മാ അങ്ങനെ യേശു അപ്പം എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന് തീർന്നില്ല. രക്ഷിക്കപ്പെട്ടവളെ കണ്ടാൽ അറിയാം. അവർക്കാരും പറഞ്ഞു കൊടുക്കണ്ട പ്രാർത്ഥിക്കാൻ, അവരാരും ഉന്തണ്ട. അവർക്കറിയാം അപ്പൻ ആരാണെന്ന്, എങ്ങനെ ആരാധിക്കണമെന്ന്, എങ്ങനെ സ്തുതിക്കണമെന്ന്. ഈ ഒരു ബന്ധം നമ്മുടെ മക്കൾക്കും നമുക്കും കിട്ടിയേ ഞാൻ പറയാം. സ്വത്രം. നിങ്ങൾ നോക്ക്, ഞാൻ വചനത്തിൽ തെളിവ് വരാം. ദാനിയേലിനെ നോക്ക്,
കൊച്ചു മകനായിരിക്കും പിടിച്ചോണ്ട് പോയല്ലേ? അവൻ്റെ കൂടെ അപ്പനുണ്ടായിരുന്നോ? അവൻ്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നോ? അവൻ്റെ കൂടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നോ? അവൻ്റെ കൂടെ നാട്ടുകാരുണ്ടായിരുന്നോ? പറയാൻ ഇല്ല. അവൻ പറഞ്ഞ എന്തോന്നാ? ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞ എന്തോന്നാ? ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഒരു നിയമം ചെയ്തു. എന്തോന്ന്? മദ്യവും വീഞ്ഞും ഞാൻ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കുകയില്ല. ഹൃദയം കൊണ്ട് ഒരു നിയമം ചെയ്തു. ആര്? സ്തോത്ര, ദാനിയേൽ ഹൃദയം കൊണ്ട് ഒരു നിയമം ചെയ്തു. ആമേൻ. നോക്കട്ടെ, അടുത്ത വീണ്ടും യോസഫിനെ നോക്ക്. കുഞ്ഞുനാളിലെ സ്തോത്രം കുടുംബത്തിനകത്ത് ഓടിക്കളിച്ച് ചിരിച്ചു വളരേണ്ടവനാണ് ആര്? യോസഫ്. അവൻ കുഞ്ഞുനാളിലെ അപ്പനെ രുചിച്ചറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. ദാനിയേൽ രുചിച്ചറിഞ്ഞു. അവസാനം എന്തായിരുന്നു നോക്കിയേ? ആമേൻ. ദർശനത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി, കൃപാവരങ്ങളുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. അപ്പൻ അകറ്റാൻ പറ്റാത്ത സ്നേഹം, അമ്മയ്ക്ക് അകറ്റാൻ പറ്റാത്ത സ്നേഹം, നാട്ടുകാർക്ക് അകറ്റാൻ പറ്റാത്ത സ്നേഹം. ആൾക്കാരെ കാണിക്കാനല്ല അയാൾ ആരാധിച്ചത്. ആൾക്കാരെ പേടിച്ചിട്ടുമല്ല, അകത്ത് ദൈവമായിട്ടൊരു ബന്ധം ദാനിയേലിൽ ഉണ്ടായിരുന്നു. ദാനിയേലിന്റെ അവസാനം വരെ ദാനിയേൽ ദൈവത്തെ വിട്ട് മാറിയില്ല. നിങ്ങൾ യോസഫിനെ നോക്കിയേ. യോസഫിന്റെ സഹോദരങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. യോസഫിന് ദൈവമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. ഈ ബന്ധം യോസഫ് കാരാഗ്രഹത്തിനകത്ത് ദൈവം യോസഫിനോട് കൂടെ. ആമേൻ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പൊട്ടക്കിണറ്റിനകത്ത് ദൈവ യോസഫിനോട് കൂടെ. എവിടെയല്ല യോസഫ് പോയോ അവിടെയല്ല യോസഫിനോട് കൂടെ ദൈവം. കാരണം എന്താ? യോസഫ് ദൈവത്തിന് യോസഫിനെ നല്ലവണ്ണം അറിയാം. ഇവർക്ക് രണ്ടുപേർക്ക് പരസ്പരം അറിയാം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എനിക്ക് ദൈവത്തെ അറിയാമോ? ദൈവത്തെ അറിഞ്ഞുവിടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യേശുപ്പനെ അറിഞ്ഞുവിടെങ്കിൽ അല്ലെങ്കിൽ എന്ത് പ്രയോജനം? അടുത്ത് നമ്മുടെ മാതാപിതാക്കൾ തള്ളി ഉന്തി പള്ളി വന്നിട്ട് ആരാധിച്ചിട്ട് സ്വത്ര നമുക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ പിന്നത്തേതിൽ നമ്മൾ വീണു പോകയില്ലയോ? ഞാൻ ചോദിക്കട്ടെ, ഈ സത്യദൈവത്തെ തള്ളിക്കളഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലോകത്ത് എത്രയോ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നിന്നവരാണ്, നിൽക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. നമ്മുടെ തലമുറകൾ ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ പ്രിയരെ എന്ത് പ്രയോജനം? നോക്ക്, യോസഫിന്റെ അപ്പൻ കൂടെ ഇല്ല, അമ്മ കൂടെ ഇല്ല, ആരും കൂടെ ഇല്ല. പക്ഷേ യോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. കാരണം യോസഫിന്റെ അടുപ്പം ലോകം കൊടുത്ത അടുപ്പമല്ല. ആ മനുഷ്യൻ കുഞ്ഞുനാളില് ദൈവമായിട്ടൊരു ബന്ധം, അടുപ്പം പ്രാപിച്ചു. ആർക്കും തകർക്കാൻ പറ്റാത്തൊരു ബന്ധം. ഈയോവിനെ നോക്കിക്കേ. ഹല്ലേലൂയ. രോഗം തന്നെ മൂടി, തല മുതൽ പാദം വരെ രോഗം മൂടി. ആമേൻ. പ്രശ്നം മൂടി, പ്രതിസന്ധി മൂടി. ആമേൻ. പ്രതികൂലം മൂടി. രോഗം വർദ്ധിച്ചു, പ്രശ്നം വർദ്ധിച്ചു. എല്ലാം തകർന്നു, എല്ലാം തീർന്നു. കൂടെ നിന്ന ഭാര്യ പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ എന്തിനിങ്ങനെ നിൽക്കുന്നു? ദൈവത്തെ തള്ളിപ്പറ. കണ്ടോ ഭാര്യ പറഞ്ഞ? കണ്ടോ ഭാര്യ എങ്ങനെ പറഞ്ഞു? കഷ്ടം വന്നപ്പോ ക്രിസ്തുവില്ലാത്ത ഭാര്യമാരിങ്ങനെ പറയും. എങ്ങനെ? രണ്ട് പാട്ട് പാടിയുണ്ട് ക്രിസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റൂല. രണ്ട് നൃത്തം ചെയ്തു, ക്രിസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റൂല. രണ്ട് പ്രസംഗിച്ചു, ക്രിസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റൂല. ക്രിസ്തു ഉണ്ടെങ്കിൽ അവർ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട്, സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്, നോട്ടത്തിന് വ്യത്യാസമുണ്ട്. ആരും തള്ളണ്ട, ആരും ഉന്തണ്ട. അവർ പ്രാർത്ഥിക്കും, അവർ ദൈവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, അവർ ദൈവമായിട്ട് അടുത്തുകൊണ്ടിരിക്കും. അത് ആരും അടുപ്പിക്കുന്ന ബന്ധമല്ലെന്ന്, യേശുവായിട്ടുള്ള ബന്ധം. യേശുവിനെ രുചിച്ചറിഞ്ഞവർ മാറത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഭാര്യ എന്ത് ചെയ്തു? പൊട്ടിയ പോലെ നീ പൊട്ടിയ പോലെ സംസാരിക്കുന്നത് എന്തിന്? മനുഷ്യ, നീ ഇത്രയും ദൈവത്തെയൊക്കെ ആരാധിച്ചല്ലോ, എന്നിട്ട് എന്തായി? പക്ഷേ രുചിച്ചറിഞ്ഞവൻ, പറ്റി നിന്നവൻ, കൃപ പ്രാപിച്ചവൻ, അഭിഷേകം പ്രാപിച്ചവൻ രോഗത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ തള്ളി പറഞ്ഞില്ല, പ്രശ്നത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖമായ ഒരു ദിവസം കാണും. നീ ഇങ്ങനെ ഒരു പൊട്ടി പോലെ സംസാരിക്കുന്നു. സ്വത്രം. ആരാധിച്ച മകളുടെ ജീവിതത്തിനകത്ത് ഭർത്താവിൻ്റെ കഷ്ടം കണ്ടപ്പോൾ ഭാര്യ പറയുന്നു, തള്ളിക്കളഞ്ഞ് മരിച്ചുകള മനുഷ്യ, എന്തിനീ നാറുന്ന വ്രണവുമായി എൻ്റെ മുമ്പിൽ കിടക്കുന്നു, ഈ ദുർഗന്ധം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും രുചിച്ചറിഞ്ഞവൻ പറയുന്നൊരു ശബ്ദമുണ്ട്. സ്വത്രം. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുകയാണ്. ഞാൻ അതുപോലെ എനിക്ക് പൊട്ടിയെ പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആള് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. എനിക്ക് അതുപോലെ സംസാരിക്കാൻ പറ്റത്തില്ല. അനുഭവിച്ചറിഞ്ഞവന്റെ സംസാരം കേട്ടാൽ അറിയാം. നിങ്ങൾക്ക് മനസ്സിലായോ? ദാനിയേലിനെ തകർക്കാൻ പറ്റിയില്ല, യോസഫിനെ തകർക്കാൻ പറ്റിയില്ല. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇയ്യോബിനെ തകർക്കാൻ പറ്റിയില്ല. എല്ലാവരും മാറ്റിവിട്ട സ്ഥാനത്ത് ഇയ്യോബ് അവസാനം വരെ കർത്താവിനോട് പറ്റി. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഹല്ലേലൂയ. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ വീണു പോകുന്നവരല്ലേ ഞാൻ നിങ്ങൾ? പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ഹല്ലേലൂയ തകർന്നു പോകുന്നവരല്ലേ നമ്മൾ? ഹല്ലേലൂയ. അത് വരുമ്പോൾ നമ്മൾ തള്ളിപ്പറയുന്നവരല്ലേ? ഹല്ലേലൂയ. ഇന്നൊന്ന് നോക്കിക്കേ, എന്താ ഇതിൻ്റെ എല്ലാം കാരണം വേറൊന്നുമല്ല, നമ്മുടെ അകത്ത് യേശുവായിട്ടൊരു ബന്ധമില്ല.
യേശുവായിട്ടുള്ള സ്നേഹമില്ല, യേശുവായിട്ടുള്ള അടുപ്പമില്ല, യേശുവായിട്ടുള്ള കൂട്ടായ്മയില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട്, ആരെങ്കിലും തള്ളുന്നത് കേട്ട് വീട്ടുകാരെ പേടിച്ച് നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ പള്ളി വരുന്നു. അങ്ങനെ ഒരു വരയല്ല വരേണ്ടത്. യേശുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. ചെറിയ ഇത് വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഏറ്റവും ആദ്യം അവോയ്ഡ് ചെയ്യുന്ന ആരാധനയാണ്. ഏറ്റവും ആദ്യം വേണ്ടെന്ന് വെക്കുന്നത് പള്ളി ആരാധനയാണ്. ഇന്ന് പള്ളി പോണ്ട, ഒരു ചെറിയ തുമ്മൽ വന്നാൽ മതി. ഒരാളിന് തുമ്മൽ വന്ന് ആ വീട്ടിലുള്ള മൊത്തം പേരും അന്ന് നിരാഹാരമാണ്. സ്വത്രം. ഒരാളിന് തുമ്മൽ വന്നു, കാരണം എന്താ? ചെറിയ തുമ്മല്. ദൈവത്തിന് സ്വത്രം. വേറെ ഒരു വലിയ വിഷയങ്ങളൊന്നും അല്ല. അന്ന് പള്ളി പോകില്ല. പക്ഷെ അന്ന് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അന്ന് ഓഫീസിൽ പോകണമെങ്കിലോ, അന്ന് സ്വത്രം ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടെങ്കിലോ, അന്ന് അതിനെല്ലാം പോകും. നിങ്ങൾ നോക്കിയേ. ഹല്ലേലൂയ. കാരണം ലോകത്തിൽ ഇന്ന് വില കൊടുക്കുന്നത് അതിനാണ്, ദൈവത്തിനല്ല. ഈ തലമുറ എങ്ങോട്ട്? ഈ തലമുറ എങ്ങോട്ട്? ലോവീസിനെ പോലെ, യുനീക്കെ പോലെ, തിമോത്തിയോസിനെ പോലെ ഈ 3 തലമുറ സ്തുതിക്കുമോ? അടുത്ത തലമുറ സ്തുതിക്കുമോ? അടുത്ത തലമുറ ദൈവഭാഗത്ത് കാണുമോ? മാതാപിതാക്കൾ ഈ ഭൂമി വിട്ട് പോകുമോ? അവരുടെ തലമുറ ദൈവത്തിന്റെ അടുത്ത് കാണുമോ? ഹല്ലേലൂയ. കാണണമെങ്കിൽ ഇന്ന് തലമുറയ്ക്ക് നമുക്ക് ഒരു ദാഹം വേണം. സ്വത്രം. ലൂക്കോസ് 19 ഒരുത്തനൊരു ദാഹമുണ്ടായി. എന്തോന്ന് ദാഹം? എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. വായിച്ചേ. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. എനിക്ക് യേശു എങ്ങനെയുള്ളവന്ന് കാണുവാൻ ശ്രമിച്ചു. അടുത്ത് വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. വളർച്ച കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അടുത്ത് എന്നാറെ അവൻ മുൻപോട്ടോടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ പ്രതിസന്ധി നോക്കിയില്ല, പ്രസവം നോക്കിയില്ല, പ്രതികൂലം നോക്കിയില്ല, ഭാരം നോക്കിയില്ല, കണ്ണീര് നോക്കിയില്ല, പ്രശ്നവും രോഗവും ബുദ്ധിമുട്ടും വേറെ ഒന്നും ഈ മനുഷ്യൻ നോക്കിയില്ല. ഈ മനുഷ്യൻ യേശുവിനെ മാത്രം നോക്കി. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ഈ ദാഹമുണ്ട്? അപ്പാ, ഞാൻ നോക്കുന്ന ലോകത്തെ അല്ല, ലോകത്തിലുള്ള മനുഷ്യനല്ല, ഞാൻ എൻ്റെ ദൈവത്തെ നോക്കുന്നു. എൻ്റെ അപ്പൻ തള്ളുന്നോണ്ടല്ല, എൻ്റെ അമ്മ തള്ളുന്നോണ്ടല്ല, എൻ്റെ നാട്ടുകാർ തള്ളുന്നോണ്ടല്ല, എൻ്റെ സഭക്കാർ തള്ളുന്നോണ്ടല്ല, അല്ലാത്തൊരു തള്ളൽ എൻ്റെ അകത്തുനിന്ന് വരുന്നെങ്കിൽ ഞാൻ പറയാം, അത് ഈ ലോകം തരുന്ന തള്ളലല്ല. ഏത് ശബ്ദം ശ്രദ്ധിക്കാം? എന്റെ ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുമോ? ആമേൻ. മനുഷ്യന്റെ ശബ്ദം ശ്രദ്ധിക്കുമോ? ലോകത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കും. നമ്മളൊരു തുമ്മൽ വന്ന് എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ വേറെ ഒന്നും കരുതിയില്ലെങ്കിൽ ഞാൻ പറയാം. എൻ്റെ കുഞ്ഞ് IC വാർഡിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. തല തൊട്ട് പാദം വരെയും എല്ലാം വേറും കൊടുത്തിട്ടുണ്ട്. ഞായറാഴ്ചയായപ്പോൾ ആരാധന സമയമായപ്പോൾ കർത്താവ് നീ പോ. അപ്പോഴപ്പോഴാ പോയി. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ എത്തി നോക്ക്. കർത്താവ് നീ പള്ളി പോ. കുഞ്ഞവിടെ കിടക്കെ അമ്മ പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിലെ ശബ്ദം ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ പലരും വരുന്നുണ്ട് കാണാൻ. അവരൊക്കെ നോക്കുമ്പോൾ അമ്മയില്ല. അവരുടെയൊക്കെ ചിന്തയിൽ സ്നേഹമില്ലാത്തൊരമ്മ. കർത്താവ് പറയും, മക്കളെ നീ പോയിട്ടോ, ആരാധനയ്ക്ക് പോ. ഞാൻ വണ്ടി എടുക്കും. എനിക്കറിഞ്ഞൂടാ, വണ്ടി ഓട്ടിക്കാനൊന്നും എനിക്ക് പറ്റാറില്ല. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഭ്രാന്തി പോലെ ഇവിടെ വരും. എനിക്കറിഞ്ഞൂടാ. കുറച്ച് ദൂരം ഓടിച്ചിട്ട് വണ്ടി തിരിച്ച് നിർത്തിയിട്ട് തിരിച്ചു പോകാൻ നോക്കിയിട്ടുണ്ട്. ആരമ്മയുടെ സ്ഥാനത്ത് പറ്റില്ല. പള്ളി പോന്ന് പറയും. ഇവിടെ വരും, ആരാധന നടത്തും, കഴിയും. എനിക്ക് തിരിച്ചങ്ങോട്ട് എങ്ങനെ വണ്ടി എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുപോലായിരുന്നു ഓരോ ആരാധനയും. ഒരു കൂട്ടം പേർക്ക് പരിഹാസം തോന്നി, ഒരു കൂട്ടം പേർക്ക് നിന്ന് തോന്നി. പക്ഷേ എൻ്റെ ദൈവം പറയുന്നത് വേണം നമ്മൾ കേൾക്കാൻ. അല്ലെങ്കിൽ നമ്മളെ പിടിച്ചേർത്ത് ആർക്കും പറ്റത്തില്ല. നമ്മൾ കർത്താവിന് മാത്രമേ നമ്മളെ പിടിച്ചേർത്താൻ പറ്റൂ. യേശുവായിട്ട് നമുക്കൊരു ബന്ധമില്ലെങ്കിൽ നമ്മൾ ഈ അപ്പച്ചൻ്റെ അടുത്ത് കാണൂല. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധി വരാം.
പൗലോസ് പറയുന്നു, മോനെ തിമോത്തിയോസേ, നിന്നിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നു. നിൻ്റെ വല്യമ്മ യുനിക്കിലുണ്ടായിരുന്നു, ലോവിസിലുണ്ടായിരുന്നു, അടുത്ത അമ്മ യുനിക്കിലും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കാം, നമുക്ക് വിശ്വാസമുണ്ടോ? ഒരുപക്ഷെ പ്രശ്നത്തിലൂടെയൊക്കെ പോകേണ്ടി വരും. അപ്പോഴാരെ ശബ്ദം കേൾക്കും? ഭാര്യയുടെ ശബ്ദം കേൾക്കോ? ഭർത്താവിൻ്റെ ശബ്ദം കേൾക്കോ? മക്കളുടെ ശബ്ദം കേൾക്കോ? നാട്ടുകാരുടെ ശബ്ദം കേൾക്കോ? അതിൻ്റെ നടുവിൽ നിന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കോ? മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ഭൂഷനായിട്ട് ചിലപ്പോൾ തോന്നും. മനുഷ്യർക്ക് ഇത് പൊട്ടുതരമായിട്ടും പൊട്ടക്കളിയായിട്ടും പൊട്ടുചൊല്ലായിട്ടും അഭിനയമായിട്ടും നാടകമായിട്ടും തോന്നും. പക്ഷേ നമ്മുടെ അകത്ത് യേശു ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമുക്കവിടെ ഒരിടം നിൽക്കാൻ പറ്റില്ല. പ്രശ്നമായിരിക്കും, തീയായിരിക്കും, തീച്ചൂളായിരിക്കും, പിടിച്ച് നിൽക്കാൻ പറ്റാത്ത രംഗങ്ങളായിരിക്കും. പക്ഷെ ഞാൻ പറയാം, നമ്മുടെ യേശുവിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഹല്ലേലൂയ, നമുക്കൊന്നും ഒരിടവും നിൽക്കാൻ പറ്റൂല. യേശുവിൻ്റെ കൃപയില്ലെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ, നമ്മൾ 5 പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടോ 5 പാട്ട് പാടിയതുകൊണ്ടോ നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞ് നമ്മളെ ഉന്തിത്തള്ളി പള്ളി വന്നുകൊണ്ടോ നമ്മൾ നിൽക്കത്തില്ല. നമുക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ സ്നേഹിതരെ, നമ്മുടെ തലമുറ എങ്ങോട്ടായിരിക്കും? തലമുറകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിനോട് ബന്ധമുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 4-5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കുടുംബമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ തലമുറകൾക്ക് യേശുവില്ലെങ്കിൽ അവരെല്ലാം പോകുന്നത് നരകത്തിലല്ലേ? നിത്യതയിൽ പോകാൻ ഈ ഭൂമിയിൽ 4 വിരൽ നീളമുള്ള ഐസ്, ഈ 4 വിരൽ നീളം ഇവിടെ തോന്നും പോലെ തോന്നിയസം പോലെയൊക്കെ ജീവിച്ചിട്ട് ഹല്ലേലൂയ, സ്വർഗം നഷ്ടപ്പെടുത്തി, ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തി, ആ രാജ്യം നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ രാജ്യം നഷ്ടപ്പെടുത്തി, ആ അവസ്ഥ നഷ്ടപ്പെടുത്തി, ആ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി. എല്ലാം ശരിയാ, കുടുംബം ശരിയാ, ഭർത്താവ് നമുക്കുള്ളതാ, ഭാര്യ നമുക്കുള്ളതാ, മക്കൾ നമുക്കുള്ളതാ, സകലതും നമുക്കുള്ളതാ. പക്ഷേ ഇതിനേക്കാളും വലുതാണ് ഒരു ദൈവം. ദൈവം ഇതിനേക്കാളും വലുതാണ്. ഇത് കൃപ എന്നാലേ നിൽക്കാൻ പറ്റൂ. ഇത് കൃപയില്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല. കൃപയില്ലെങ്കിൽ പ്രതികൂലം വരുമ്പോ നമ്മൾ തള്ളി പറയും, പ്രശ്നം വരുമ്പോ തള്ളി പറയും. ആമേ, പ്രതിസന്ധി വരുമ്പോ നമ്മൾ ഈ സ്ഥലത്ത് കാണൂല സഹോദരങ്ങളെ. ആമേ, നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഇല്ലെങ്കിൽ അവന്റെ രാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ ഈ 4 വരെ നീളമുള്ള ആയുസിൽ പ്രശ്നങ്ങൾ ഒരുപക്ഷെ വരാം, പ്രതിസന്ധി ഒരുപക്ഷെ വരാം. അപ്പൻ തള്ളിയല്ല ആരാധിക്കേണ്ടത്, അമ്മ തള്ളിയല്ല ആരാധിക്കേണ്ടത്. അപ്പൻ രക്ഷിക്കപ്പെടുന്ന കരുതി, അമ്മ രക്ഷിക്കപ്പെട്ടാണെന്ന് കരുതി, അമ്മ പ്രസംഗിച്ചെന്ന് കരുതി, അമ്മ പ്രാർത്ഥനക്കാരി എന്ന് കരുതി മക്കൾ സ്വർഗത്തിൽ പോകത്തില്ല. അവരവർക്കുള്ള രക്ഷ കരസ്ഥമാക്കി ആ ജീവൻ പ്രാപിച്ചോളൂ. കർത്താവിന്റെ ശബ്ദം എല്ലാ പ്രതികൂലങ്ങളും കേൾക്കാൻ, കർത്താവിന്റെ സ്വരം എല്ലാ പ്രശ്നങ്ങളും കേൾക്കാൻ, കർത്താവിന്റെ ആ സാന്നിധ്യം എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ അനുഭവിക്കുവാൻ. ഓ, എന്നെ ദൈവം നിങ്ങളെയും കണ്ടിരിക്കുമ്പോൾ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മൾ യേശുവിന്റെ ശബ്ദം കേൾക്കണം, യേശുവിന്റെ ശബ്ദം കേൾക്കണം. മക്കളെ, നീ ആരാധിക്കും എന്ന് പറയുന്ന ഒരു ദൈവം ശബ്ദം കേൾക്കാറുണ്ടോ? നിങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ മക്കളെ എഡിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കാറുണ്ടോ? ആമേ, എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ അപ്പൻ പറയാതെ അമ്മ പറയാതെ നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാറുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഒരുപാട് അകന്നു പോയി. അടുത്ത് വരണം. ആരുടെ അടുക്ക വരണം? അപ്പന്റെ അടുത്ത് വരണം. അപ്പൻ്റെ അടുത്ത് വരണം. യേശു ഇല്ലാത്തൊരു ജീവിതം നമുക്കുണ്ടെങ്കിൽ അത് തകർന്നു പോകും, അത് നശിച്ചു പോകും. നമ്മുടെ മക്കൾ നിലനിൽക്കത്തില്ല, നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമില്ല. അവർ യേശുവിൽ നിന്ന് അകന്നു പോകും. അവർ ശലോമോനെ പോലെ മറ്റു പല ജാതികളുടെ അടുക്ക പോകും. അവരുമായി സംബന്ധം കൂടും, അവരുമായി ബന്ധം കൂടും. അവർ അന്യ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോകും. അവർ ദൈവത്തിന് ഹിതമല്ലാത്ത ചെയ്യും, അവർ പാവപ്രവർത്തികൾ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയന്, കർത്താവോട് നമുക്കൊരു ബന്ധമില്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് ബന്ധമില്ലെങ്കിൽ, നമ്മൾ തള്ളി ഉന്തിയാണ് അവരെ ഇരുത്തുന്നതെങ്കിൽ ഒരു പ്രയോജനമില്ല. നമ്മുടെ കാലം കഴിയുമ്പോൾ അടുത്ത നാട്ടുകാർ പറയും, നോക്കി പറയും, ഈ വീട്ടിലുള്ള സിസ്റ്റർ ഉണ്ടല്ലോ, ഈ വീട്ടിലുള്ള ഫാസ്റ്റർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ബ്രദർ ഉണ്ടല്ലോ, ഓ നല്ല പ്രാർത്ഥനക്കാരനായിരുന്നു, ഓ നല്ല ദൈവവചനമായിരുന്നു, അയ്യോ ജീവിതം വ്യത്യസ്തമായിരുന്നു, സ്വഭാവം വ്യത്യസ്തമായിരുന്നു, ആ വേദനയുടെ നടുവിൽ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അവരുടെ തലമുറ ഇന്ന് പള്ളി പോലും പോകുന്നില്ല. കഴിഞ്ഞ അങ്ങാഴ്ച പാസ്റ്റർ പ്രസംഗത്തിനകത്തൂടെ നിങ്ങൾ കേട്ടു പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററിന് മക്കളെല്ലാം നിരീശ്വരവാദികൾ, ചിലർ എല്ലാം ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ആ മക്കൾ എത്ര എങ്ങനെയൊക്കെ ആയെന്നുള്ളത് പാസ്റ്റർ പറഞ്ഞ് എല്ലാം വിട്ടുപോയി. അതുകൊണ്ട് തെറ്റിപ്പോയി പോകും പറഞ്ഞാൽ ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ഓരായാലും നിരീശ്വരവാദികളായി പോയിട്ടവരുമുണ്ട്, ദൈവം ഇല്ലാത്തവരും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തലമുറ ആരാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം? നമ്മുടെ അടുത്ത തലമുറ യേശുവിന്റെ വരവ് താമസമെങ്കിൽ അടുത്തടുത്ത തലമുറ എങ്ങനെ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആമേൻ. നമ്മുടെ സഹോദരി ഇതിനകത്തിരിക്കുന്ന മക്കളെ, വിവാഹം കഴിഞ്ഞ മക്കളെ, വിവാഹം
കഴിയാത്ത മക്കളെ യേശുവിന്റെ വരവ് താമസമെങ്കിൽ നിങ്ങൾ ഓരോരോ സ്ഥലത്തൂടെ പോകേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ, ദാനിയേലിനെ പോലെ ഒരു ബന്ധമില്ലെങ്കിൽ, യോസഫിനെ പോലെ ഒരു ബന്ധമില്ലെങ്കിൽ, ഹല്ലേലൂയ, തിമോഥെയോസിനെ പോലെ ഒരു ബന്ധമില്ലെങ്കിൽ, യുനീക്കിനെ പോലെ ഒരു ബന്ധമില്ലെങ്കിൽ, സ്തോത്രം, ലോവീസിനെ പോലെ ഒരു ബന്ധമില്ലെങ്കിൽ, എന്താകും ഈ വിശ്വാസ ജീവിതം, ഈ ആരാധന ജീവിതം എന്താകും? തലമുറകൾ എങ്ങനെയായിരിക്കും? ജീവിതം എങ്ങനെയായിരിക്കും? ഈ ലോകത്തിലോട്ടല്ലേ വഴിതെറ്റി പോകുള്ളൂ. അതിനുവേണ്ടിയാണോ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്? അതോ ഹല്ലേലൂയ, ഈ തന്നിരിക്കുന്ന ആയുസ് എൻ്റെ അപ്പനെ ആരാധിച്ച്, അപ്പനെ സ്തുതിച്ച്, അപ്പനെ മഹത്വപ്പെടുത്തി, സത്യത്തിലും ആത്മാവിനെ ആരാധിച്ച് ആത്മാവിന്റെ നിറവോടെ പോകുന്നതാണോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ലൂക്കോസ് 19 സക്കായി നിലവിളിച്ചു. എങ്ങനെ നിലവിളിച്ചു? കർത്താവിനെ എനിക്ക് കാണണം, എനിക്ക് കണ്ടേ തീരൂ. ആരും തള്ളിയതല്ല, ആരും ഉന്തിയതല്ല, ആരും മാറ്റിവിട്ടതല്ല, ആരും സ്തോത്രം പോ 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 എന്ന് പറഞ്ഞതല്ല, പ്രാർത്ഥിന്ന് പറഞ്ഞതല്ല, കാണാൻ പോടാ സക്കായിയെ, കാണാൻ പോ എന്ന് പറഞ്ഞ ആരും തള്ളിയതല്ല. അവനൊരു ആഗ്രഹം തോന്നി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ആഗ്രഹത്തോടെ പള്ളി വന്നവരുണ്ട്? ഈ ആഗ്രഹം എനിക്ക് എൻ്റെ യേശു എന്നോട് ഇന്ന് സംസാരിക്കുന്നത് എനിക്ക് കേട്ടേ തീരൂ, എനിക്കത് അംഗീകരിച്ചേ തീരൂ. അതിന് മുമ്പിൽ എനിക്ക് മുട്ടുമടക്കണം, എനിക്ക് ആ ജീവൻ പ്രാപിക്കണം, എനിക്ക് ആ ശബ്ദം കേൾക്കണം, കേട്ടിട്ട് എനിക്ക് എൻ്റെ യേശുവിനായി നിൽക്കണം, എനിക്ക് എൻ്റെ യേശുവിനായി ജീവിക്കണം. പ്രശ്നമില്ലാത്തവരാരും ലോകത്തിലില്ല, പ്രതിസന്ധി ഇല്ലാത്തവരാരും ലോകത്തിലില്ല. ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോ മാതാക്കളോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് 5 മക്കളുണ്ടായിരുന്നു, 5 മക്കളെ കൊണ്ട് നടന്ന് ഞാൻ പള്ളിയിലും പോകും, ആരാധിക്കുകയും ചെയ്യും. സ്തോത്രം, വീട്ടിൽ എനിക്ക് സഹായിക്കാൻ ആരുമില്ല. സ്തോത്രം, എൻ്റെ കൂടെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ചിലപ്പോൾ ആരും കാണില്ല. പക്ഷെ അപ്പോഴും എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല, എൻ്റെ ദൈവത്തിൽ ഞാൻ വിട്ടിട്ടില്ല. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൽ ഞാൻ വിട്ടിട്ടില്ല, എൻ്റെ ദൈവത്തിൽ അവർക്ക് പറയാൻ ഒരു സാക്ഷിയുണ്ട്. എന്നറിയാമോ? അവർക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല ആരാധിക്കാൻ, അവർക്ക് ഇതൊന്നും ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കാൻ തടസ്സമല്ല. അവർക്ക് മക്കളെ നോക്കാൻ ആരും കണ്ടിട്ടില്ല, അവർക്ക് സ്വത്രം കുടുംബം നോക്കാൻ, ഭക്ഷണം എടുത്തു കൊടുക്കാൻ ആരും കണ്ടിട്ടില്ല. ആരും നോക്കിയിട്ടല്ല. ഒരുപാട് അമ്മമാരുണ്ട്, അവരെ സ്വത്രം മക്കളെ നോക്കി അവർ എല്ലാ കാര്യങ്ങളും ചെയ്ത പൂർണ്ണ ഗർഭിണിയായി 9 മാസവും ചില്ലറ ദിവസവും തികയുന്നവരെയും മൂത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്നു, 2-3 കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്നിട്ട് പ്രസവ സമയം വരെ വളരെ വേദനയുണ്ട്. എല്ലാ അമ്മമാരും ഗർഭിണിയായിരിക്കുന്ന എല്ലാവർക്കും അറിയാം അതിന്റെ ഭാരം ഉണ്ടെന്ന്. അവർ ഛർദ്ദിച്ചു, അവർ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും നോക്കാനില്ലാത്ത എത്രയുണ്ട്. അവരന്ന് ദൈവത്തെ ആരാധിക്കും. ഇന്ന് ഈ ആരാധന ഉണ്ടോ? ഇന്ന് നമ്മൾ ഒരാളിന് ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ നോക്കാം 10 പേര് വേണം. കാലിൽ പിടിക്കാൻ ഒരാള്. കാരണം ബന്ധം, ദൈവത്തിന്റെ ബന്ധം അറ്റുപോയി. ദൈവമായിട്ടുള്ള ബന്ധം അറ്റുപോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. മുമ്പ് അങ്ങനെയൊന്നും അല്ല സഹോദരങ്ങളെ. ദൈവമായിട്ടുള്ള ബന്ധം, കർത്താവിന്റെ അടുക്കൽ ഇരിക്കുന്ന അനുഭവം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇതെല്ലാം കാറ്റിൽ പറന്നു പോയില്ലേ? കഴിഞ്ഞ നാളിൽ ആ സ്നേഹം ഇന്ന് നമുക്കുണ്ടോ? കഴിഞ്ഞ നാളിൽ ആരാധന ഇന്ന് നമുക്കുണ്ടോ? എന്താ കാര്യം? ആ ജീവൻ നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. സക്കായി പറഞ്ഞു, എന്നാരും ഉന്തിയിട്ടല്ല, എന്നാരും തള്ളിയിട്ടല്ല, എന്നാരും ഉത്സാഹിപ്പിച്ചിട്ടില്ല, എന്നാരും ഉത്സാഹിപ്പിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ യേശുവിനെ ഇന്ന് കാണണം. അവൻ ചുങ്കക്കാരനാണ്, അവൻ ഭാവിയാണ്. അവൻ ഒരു ദിവസം ഒരു തോന്നൽ വന്നു, എനിക്ക് എൻ്റെ യേശുവിനെ കാണാം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ആരും തള്ളി ഉന്തി നമ്മളിരുന്ന് ഞാൻ പറയാം നിനക്ക് യേശുവിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. തള്ളുന്നു ഉള്ളുന്നു 1/2 മണിക്കൂർ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരിക്കുക നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് നോക്കിയേ. കാരണം എന്താ? ജീവനില്ല, അകത്ത് ജീവനില്ല. യേശുവിന്റെ സ്നേഹം എന്തെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ തലമുറകൾ എങ്ങനെയായിരിക്കും? നമ്മുടെ തലമുറകൾ പിന്നത്തേതിൽ എന്താകും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സക്കായി അങ്ങനെയല്ല. സക്കായി പറഞ്ഞു, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. യേശു സക്കായി ഇരുന്നിടത്ത് വന്നു. അവന്റെ ആഗ്രഹം കണ്ടു, അവന്റെ ദാഹം കണ്ടു. ഇന്ന് ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ദാഹം, എൻ്റെ ദാഹം എന്താണ്? ഈ ലോകത്തിലെ വെള്ളം നേടാനുള്ള ദാഹമാണോ? അതെൻ്റെ ക്രിസ്തുവിനെ പ്രാപിക്കാനുള്ള ദാഹമാണോ? എനിക്ക് എൻ്റെ ക്രിസ്തുവിന് വേണം, എനിക്ക് എൻ്റെ യേശുവിന് വേണം. എനിക്ക് എൻ്റെ യേശു അല്ലാതെ ഒന്നുമില്ല, എനിക്ക് എൻ്റെ യേശുവിന് വേണം. ഈ ഒരു ദാഹമാണെങ്കിൽ ഞാൻ പറയാം, ഈ ദാഹിച്ചിരിക്കുന്ന മക്കളെ നിറക്കാൻ കഴിവുള്ള ഒരു ദൈവം, ഒരു സർവശക്തൻ ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ആമേൻ, അബ്രഹാം എന്ന വ്യക്തിയിലൂടെ ഈ ജാതി ജനം ഒരു വംശം ഉടലെടുത്തു കേട്ടോ. ഇസ്രായേൽ ജനങ്ങൾ ഉടലെടുത്തു അബ്രഹാമിലൂടെ. അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ച് എന്ന അബ്രഹാമിലൂടെ ഇസഹാക്കിനെ വിളിച്ചു. ഇസഹാക്ക് നിലനിന്നു, അബ്രഹാം നിലനിന്നു. ഇസഹാക്കിലൂടെ യാക്കോബിനെ വിളിച്ചു, യാക്കോബ് നിലനിന്നു. നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. യാക്കോബ് നിലനിന്നു. യാക്കോബ് ദൈവത്തെ ആരാധിച്ചു. യാക്കോബ് ബഹുസമ്പന്നനായിരുന്നു, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. സമ്പത്തല്ല അബ്രഹാമിന്റെ മുമ്പിൽ നിന്നത്, യാക്കോബ് ബഹുസമ്പത്തായിരുന്നു. അവന്റെ സമ്പത്തല്ല മുമ്പിൽ നിന്നത്. ഹല്ലേലൂയ. ഒരു വടിയായി പോയ യാക്കോബ്, ഒറ്റ വടി, അവന്റെ കയ്യിൽ ഒറ്റ വടിയേ ഉള്ളൂ. അല്പം ഒരു നുള്ള എണ്ണ വേദപുസ്തകത്തിൽ എണ്ണ ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഇത് മാത്രമായിട്ടാണ് പോയത്. പക്ഷെ ലാവാന്റെ വീട്ടിൽ പോയപ്പോൾ ഒറ്റ
ഒറ്റ നിമിഷം കൊണ്ട് സ്വർഗത്തിൽ സ്വത്രം പുള്ളിയും മറിയുമുള്ളതിനെ കൊടുക്കാൻ സമ്പത്തുള്ളവനാക്കാൻ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബഹു സമ്പത്തുള്ളവനായി യാക്കോബ് തിരിച്ചു വരികയാണ്. നോക്കിയേ, ഒരു വലിയൊരു ജാതി ഉടലെടുത്തു. ഇസ്രായേൽ ജാതി എന്താണ്? അബ്രഹാമിനെ ദൈവം ഏകനായിട്ട് വിളിച്ചു. അബ്രഹാമിലൂടെ ദൈവം ഉരുവാക്കിയ കുഞ്ഞാണ് ആര്? ഇസഹാക്ക്. അബ്രഹാം അന്ത്യം വരെ ദൈവത്തോട് കൂടെ നടന്നു, ദൈവാലയം ജീവിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊക്കെ തിരികുന്ന ഞാനും നിങ്ങളും എങ്ങനെയാണ്? അബ്രഹാമിലൂടെ ഉരുവായ സന്തതി ഇസഹാക്ക്. ഇസഹാക്ക് എന്റെ അപ്പനെ ആരാധിച്ചു, അപ്പനെ മഹത്വപ്പെടുത്തി, അപ്പൻ പറഞ്ഞതുപോലെ ചെയ്തു, അപ്പൻ പറഞ്ഞതുപോലെ ചെയ്തു. ആമേൻ. ദൈവം എന്ത് പറയുമോ, ആമേൻ, ദൈവം എന്ത് പറയുമോ അതുപോലെ ചെയ്തു. ഒരിക്കൽ ദൈവം പറഞ്ഞു ഇസഹാക്കിനോട്, ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സിലാവൂ. ഇസഹാക്കിനോട് പറഞ്ഞു, മോനെ ഇതാ ദേശത്ത് ക്ഷാമമുണ്ട്, ദേശത്ത് ക്ഷാമം വന്നു. നിന്റെ അപ്പ ക്ഷാമം വന്നപ്പോ ഓടി ഓടും, നീ ഓടരുത്. നിന്റെ അപ്പ ക്ഷാമം വന്നപ്പോ ഓടി. അബ്രഹാമുണ്ടല്ലോ നിന്റെ അപ്പന്, ക്ഷാമം വന്നപ്പോ ഓടി. നീ ഓടല്ലേ. നീ ഈ ആണ്ടിൽ ഈ കഷ്ടത്തിൽ വിതയ്ക്കും, ഞാൻ നിനക്ക് 100 മേന് തരും. നീ ഈ കഷ്ടത്തിൽ ഓടരുത്, ഓടരുത്, നീ പിന്മാറരുത്, നീ ഇവിടം വിട്ട് ഓടരുത്, നീ സഭ വിട്ട് ഓടരുത്, നീ ആരാധന വിട്ട് ഓടരുത്, നീ പ്രാർത്ഥന വിട്ട് ഓടരുത്. മോനെ ഈ ആണ്ടിൽ ഈ ആണ്ടിലോ ഈ ആണ്ടിൽ ഈ ശപ്പരതര ശക്കമന ശൂടമന റിബലതര ഈ ആണ്ടിൽ നീ എന്ത് 100 മേന് ആ കഷ്ടതയുടെ നടുവിൽ ഇസഹാക്ക് ഓടിയില്ല. ഇസഹാക്ക് ദൈവ ശബ്ദം കേട്ടു. അപ്പനെ പോലെ ഇസഹാക്ക് ഓടിയില്ല. ഇസഹാക്ക് അപ്പൻ ഉറച്ചു നിന്നോക്കിയേ, ഇസഹാക്കിന് കിട്ടിയ പിള്ളായിരുന്നു. ഹല്ലേലൂയ. ഇസഹാക്കിന് ദൈവം കൊടുത്ത ഭാര്യ നോക്ക്. എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന തക്ക തുണ. അവൻ വീണാൽ അവനെ എഴുന്നേൽപ്പിക്കാൻ തക്കതായ തുണ, അവൾ വീണാൽ അവളെ പൊക്കിയെടുക്കാൻ തക്കതായ തുണ. രണ്ടുപേര് ദൈവശക്തിയിൽ നിറഞ്ഞവർ, ആത്മാവിൽ നിറഞ്ഞവർ. വിളിച്ച ഉടനെ ഗേഗസിയുടെ ഇഷ്ടമനുസരിച്ച്, ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് അപ്പനെ അമ്മനെയും വിട്ട് അപ്പൻ്റെ അടുക്കലേക്ക് പോകാൻ പുറപ്പെട്ടവൾ, കാണും മുമ്പേ ഇഷ്ടപ്പെട്ടവൾ. ജീസസ്, എത്ര എത്ര ഗുണം. ആമേൻ, ആമേൻ. ഇസഹാക്കിന് തക്കത്തൂടെ ദൈവം കൊടുത്തു. അവരുടെ ആരാധന അനുഗ്രഹമായിരുന്നു. അവരിലൂടെ 12 യാക്കോബിനെ കിട്ടി. യാക്കോബിന് 12 മക്കൾ, 12 മക്കളും ഗോത്രപിതാക്കന്മാർ. സ്വത്ര യാക്കോബ് ബഹുസമ്പത്തുള്ളവനായി, ഒന്നുമില്ലാതെ പോയവനാ, ബഹുസമ്പത്തുള്ളവനായി അവൻ മടങ്ങി വരികയാണ്. അവൻ്റെ സമ്പത്ത് മുഴുവനും അക്കരെ എത്തിച്ചിട്ട്, അവൻ്റെ സമ്പത്ത് മുഴുവനും അവൻ അക്കരെ എത്തിച്ച്, അവൻ്റെ സമ്പത്ത് മുഴുവനും അവൻ്റെ സമ്പത്ത് മുഴുവനും അവൻ എന്ത് ചെയ്തു? അക്കരെ എത്തിച്ചിട്ട് അവൻ യാബോക്കിൽ വീഴുന്നു. സമ്പത്തിനെല്ലാം അവൻ മുൻപിൽ കണ്ടത് ദൈവത്തെ. സമ്പത്തല്ല, ജോലിയല്ല, പദവിയല്ല, പണമല്ല, പത്രാസല്ല, മുൻപിൽ കണ്ടത് ദൈവത്തെ. അവൻ പറഞ്ഞപ്പ ഈ പണത്തിനെ രക്ഷിക്കാൻ പറ്റൂല. അവൻ ചിന്തിച്ച് പണത്തിനെ രക്ഷിക്കാൻ പറ്റൂല. പണത്തെ മുഴുവനും യാബോക്കിന്റെ അപ്പുറത്താക്കിയിട്ട് എന്റെ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, എന്റെ ചതിയുടെ സ്വഭാവം പൊട്ടിച്ചിട്ടല്ലാതെ. എത്ര വലിയൊരു ചിന്തയുണ്ട്, എത്ര വലിയ ചിന്തയുണ്ട്, എത്ര വലിയ ചിന്തയുണ്ട്. നോക്കിയേ, എത്ര പേർക്കുണ്ട് ഈ ഒരു ബന്ധം, എത്ര പേർക്ക് ഈ ഒരു ബന്ധം അടുപ്പമുണ്ട്. അതോ ഈ ഒരു അടുപ്പം അല്ലയോ സഹോദരങ്ങളെ? അമ്മേ, യാക്കോബ് ബഹുസമ്പത്തുള്ളവനായിരുന്നു. പക്ഷെ സമ്പത്തല്ല അവൻ ദൈവമായി കണ്ടത്. ദൈവത്തെ ദൈവമായി യാക്കോബ് കണ്ടു. മാമോനായി കണ്ടു. ദൈവത്തെ ദൈവമായി യാക്കോബ് കണ്ടു. യാക്കോബിന് 12 മക്കൾ, 12 ഗോത്രപിതാക്കന്മാർ. അവരിലൂടെ യോസഫ് ദൂരദേശത്തായി. സ്വത്രം. അങ്ങനെ ഈ ഭക്ഷണക്ഷാമം വരുന്നു. ഇവര് യോസഫിൻ്റെ അടുത്ത് പോകുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ഇസ്രായേൽ ജാതി അവിടെ ആകുന്നു. അവിടെ ഇവര് വെറും 70 പേർ. പുറപ്പാട് 1-ന്റെ ടക്കനൊന്ന് വായിച്ച് പുറപ്പാട് 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ 70 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 70 പേരിലൂടെ ജനം വർദ്ധിച്ച് പെരുകി. വായിച്ചേ 1-ന്റെ 5. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം കൂടെ 70 പേർ ആയിരുന്നു. യോസഫോ മുൻപേ തന്നെ മിസ്രൈമിലായിരുന്നു. മതി, അവരെ വർദ്ധിപ്പിച്ചു. ഒടുവിൽ മിസ്രൈമിൽ ദൈവം അവരെ പുറപ്പെടുവിച്ചു. സങ്കീർത്തന പുസ്തകം പറയുന്നു, ഹാമിന്റെ ദേശം വിട്ട് പുറപ്പെട്ടു. അങ്ങനെ 40 വർഷം കൊണ്ട്, ശ്രദ്ധിക്കണമേ, 40 വർഷം കൊണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ? 40 വർഷം കൊണ്ട് ഇസ്രായേൽ ജാതിയെ ദൈവം എവിടെയൊക്കെ കൊണ്ടുപോവുകയാണ്? കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. 40 വർഷം കൊണ്ട് 42 സ്ഥലങ്ങളിൽ പാളയമടിച്ച്, എത്ര അടുത്ത്? 42 അടുത്ത് പാളയമടിച്ച്. സ്വത്രം 12 പ്രാവശ്യം, ഏതാണ്ട് 12 പ്രാവശ്യം കുരുവിടുത്ത് 10 സ്ഥലത്ത് വെച്ച് സ്വത്രം ദൈവം അവരെ ശിക്ഷിപ്പിച്ച് സ്വത്രം കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനിടയ്ക്ക് യോദ്ധാക്കളാകുന്ന പലരും മരുഭൂമിയിൽ പട്ടുപോയി. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ മരുഭൂമിയിൽ പട്ടുപോയതിന് പകരം അതിൽ അല്ലാത്തൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ വായിച്ചേ. ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇപ്പോൾ എഴുന്നേറ്റ്
എഴുന്നേറ്റ് സേരതോട് കടപ്പിനെന്ന് കൽപ്പിച്ചതുപോലെ കർത്താവിന് വേണ്ടി ഇറങ്ങിയവരാണ്. അങ്ങോട്ട് പോകുമ്പോൾ പിടിവിറുത്തു, കുറേയാണ് നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, പിടിവിറുക്കുന്ന ഒരു തലമുറയാണോ ഞാൻ നിങ്ങൾ? നഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടു പോകല്ലേ? അന്ത്യം വരെ പിടിച്ചു നിൽക്കണമോ? നഷ്ടപ്പെട്ടു പോകരുത്. പല സ്ഥലങ്ങളിലും പാളയം മുടക്കി കർത്താവ് 42 സ്ഥലങ്ങളിൽ പാളയം അടിച്ചു. 40 വർഷം കൊണ്ട് 12 സ്ഥലത്ത് പിടിവിറുത്തു, 10 സ്ഥലത്ത് ശിക്ഷ നടത്തിപ്പാക്കി ദൈവം. ഒരുപാട് പേർ പട്ടുപോയി, കനാൻ ദേശം കാണാൻ പറ്റിയില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് സ്വത്രം ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുകയാണ്. വായിച്ചേ, 2-ാം അധ്യായം വായിച്ചേ. ഇപ്പോൾ എഴുന്നേറ്റ് സേരതോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ സേരതോട് കടന്നു. കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരതോട് വരെ കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ, സത്യം ചെയ്തത് യോദ്ധാക്കളായവരോടാണ്. സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. പാളയത്തിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ മുടിയാൻ വേണ്ടി പള്ളി വരല്ലേ? അപ്പനും അമ്മയും തള്ളി ഉന്തിയല്ല വന്നിരിക്കേണ്ടത്. ജീവനോട് ആരാധിക്കണം. നമ്മൾ ആരാധിക്കുകയും വേണം, നമ്മുടെ തലമുറകളും ആരാധിക്കണം. നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ആത്മാവ് നമ്മുടെ അകത്ത് ഇറങ്ങാത്തടത്തോളം കാലം അക്ഷരം കൊല്ലും. ആത്മാവ് നമ്മുടെ അകത്തിറങ്ങി നമ്മുടെ കെട്ടുകളെ പൊട്ടിച്ച് നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ച് സ്വത്രം ക്രിസ്തു ആരാണെന്നുള്ള പരിജ്ഞാനം പ്രാപിച്ച് ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പട്ടുപോകാൻ ഇടയെത്തിരു. കനാൻ ദേശം കാണാൻ പറ്റിയില്ല കേട്ടോ. പട്ടുപോയി, യോദ്ധാക്കളൊക്കെയും പട്ടുപോയി. അടുത്ത വരി, അവർ മുടിഞ്ഞു തീരും വരെ, അവരെ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ കണ്ടോ. അടുത്ത അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. ദൈവത്തിന്റെ കൈ വിരോധമായി. സങ്കീർത്തനം 95-ാം അധ്യായം വായിക്കുമ്പോൾ 10-ാം വാക്യം വായിക്കുമ്പോൾ അതിനൊക്കെ എഴുതിയിരിക്കുന്നു 40 ആണ്ട് ഇവരെന്നോട് നീരസം കാണിച്ചു. സങ്കീർത്തനം 95-ന്റെ 10-ാം, എല്ലാവരും തുറന്നു നോക്കണം. സങ്കീർത്തനം 95-ന്റെ 10-ാം വാക്യം വായിച്ചേ. ആ 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. 40 ആണ്ട് ആ തലമുറയോട് എനിക്ക് നീരസം ഉണ്ടായി. അടുത്ത തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം. കണ്ടോ? കാരണം ദൈവവചനം കേട്ടിട്ടും ആ ജീവൻ പ്രാപിക്കാൻ അനുവദിക്കാതെ, ആ ശക്തി പ്രാപിക്കാൻ അനുവദിക്കാതെ നമ്മൾ മറ്റുള്ള ആളിനെ പ്രസാദിപ്പിക്കാനല്ല, നമ്മൾ കർത്താവിൽ നമ്മുടെ കുറവ് ദൈവം ഉണർത്തി തന്നെ എന്ത് ചെയ്യണം? കുറവ് അതാ ഉണർത്തി. എൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് കണ്ടു, എന്ത് ചെയ്യണം? ആര് പറയും? കുറവുണ്ടെന്ന് കണ്ട എന്ത് ചെയ്യണം? പറ. കുറവുണ്ടെന്ന് കണ്ട് എന്ത് ചെയ്യണം? കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ പറ്റുമോ? അയ്യോ, എൻ്റെ കുറവ് ഉണർന്നു, എനിക്ക് കുറവ് ഉണർന്നു, തെറ്റുണർന്നു. ഇവിടെയാണ് എൻ്റെ ഭാഗത്ത് തെറ്റ് വരുന്നത് ഉണർന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞ് അവിടെ തന്നെ കിടക്കുന്നിടത്ത് കിടക്കുന്നതാണോ നല്ലത്? അതോ എൻ്റെ കുറവ് എവിടെയാണെന്ന് കണ്ടെത്തി അവിടെ നിന്ന് ഈ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്ക് അവിടെ നിന്ന് വീണ് കിടക്കുന്നിടത്ത് നിന്ന് ആ ചളി കിടന്ന് ഉരുളാതെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന്, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മടങ്ങി വരുന്നതാണോ നല്ലത്? അതോ അവിടെ കിടന്ന് ഉരുളുന്നതാണ് നല്ലത്? സങ്കീർത്തനം 95-ൽ പറയുന്നു. ടക്കന വായിച്ചേ. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു. അടുത്ത് തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം. അവരെങ്ങനെയുള്ളവരാണ്? തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം. ഇന്ന് തെറ്റിപ്പോകുന്ന ഹൃദയമാണെങ്കിൽ മടങ്ങി വരണം. അപ്പാ ആ ജീവൻ എൻ്റെ അകത്ത് വേണം, ആ അഭിഷേകം എൻ്റെ അകത്ത് ഇറങ്ങണം, ആ ശക്തി എൻ്റെ അകത്ത് ഇറങ്ങണം, ആ ജീവിപ്പിക്കുന്ന ആത്മാവ് എൻ്റെ അകത്ത് ഇറങ്ങണം. യേശുവേ, ഒരു പാരമ്പര്യ മനുഷ്യനായി ഞാൻ ഇന്നും സത്യദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ പള്ളി വരുന്നു. ആമേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും എന്നെ ആരെങ്കിലും പ്രസ് ചെയ്യുമ്പോഴാണ്. ഞാൻ പള്ളി വരുന്ന ആർക്കോ വേണ്ടിയൊക്കെ വരുന്നു, ആർക്കോ വേണ്ടിയൊക്കെ ഇരിക്കുന്നു, ആർക്കോ വേണ്ടിയൊക്കെ തിരിച്ചു പോകുന്നു. ഇങ്ങനെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. പിന്നെയോ, എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, എൻ്റെ ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ട്, ആ ആത്മാവിന്റെ നിറവോടെ കൊതി തീരാതവണ്ണം ഒരു ആരാധന നമ്മളിലൂടെ വെളിപ്പെടുന്ന ഇതാണ് ദൈവം എന്നിലൂടെ നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത്. എബ്രായർ 3:10 വാക്യം വായിക്കുമ്പോൾ എപ്പോഴും അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, എപ്പോഴും തെറ്റിപ്പോകുന്നു. ആ സ്വത്രം തെറ്റുപറ്റുന്നു. തെറ്റുപറ്റാൻ ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റുപറ്റാം, എന്നാൽ തെറ്റുപറ്റുന്നിടത്ത് എന്നെ കിടക്കരുത്. ആ തെറ്റുപറ്റുമ്പോൾ തെറ്റുകൾ ഉണർന്ന് എവിടെ ഞാൻ വീണുപോയി എന്നോർത്ത് മടങ്ങി വന്നില്ലെങ്കിൽ സഹോദരനെ സഹോദരിയെ വീണുപോകും. നമ്മൾ ആ കർത്താവിന്റെ രാജ്യത്തിൽ കാണത്തില്ല. അടുത്ത തലമുറകൾ ഹല്ലേലൂയ കർത്താവിനെ കാണത്തില്ല. നമുക്കും ആ ജീവൻ അനുഭവിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടു, ഒരു മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു, അവർ ജീവൻ പ്രാപിച്ചു.
പ്രാർത്ഥിച്ചു. അവർ വിശുദ്ധിയോടെ വേർപാടോടെ രാത്രിയും പകലും പ്രാർത്ഥിച്ചു. അവരപ്പൻ്റെ അടുത്ത് തന്നെ പോകും. അവർ നഷ്ടപ്പെടില്ല. അവരുടെ തലമുറകൾ സ്വത്രം അവരെ കണ്ടു അവർ തള്ളലും ഉന്തലും കൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നെങ്കിൽ ഒരു പ്രയോജനമില്ല. വീണുപോകും, നഷ്ടപ്പെട്ടു പോകും, സ്വർഗത്തിൽ കാണത്തില്ല. ക്രിസ്തു ഇല്ലെങ്കിൽ പോകാം. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയോ എൻ്റെ അപ്പനെ പരിചയം പോലുമില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, സ്വത്ര ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഒരുവൻ തെറ്റിപ്പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെ ഉള്ളവരെ ആമേൻ മടക്കി കൊണ്ടുവരണം. നിങ്ങളും അതിൽ തന്നെ വീഴാതിരിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളണം. 40 ആണ്ട് ദൈവത്തിന് നീരസമുള്ള ഹൃദയം കണ്ട, 40 വർഷം തെറ്റിപ്പോകുന്ന ഹൃദയം. സ്വത്ര പക്ഷെ മടങ്ങി വരാൻ പറ്റുമായിരുന്നു. പക്ഷെ മടങ്ങി വന്നില്ല. 40 കൊല്ലം കൊണ്ട് ദൈവം നടത്തി. എന്നിട്ടും നടത്തി ഒരുപാട് ശിക്ഷകൾ നടന്നു, ഒരുപാട് പ്രതികൂലങ്ങൾ നടന്നു. കനാലിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ വഴിക്ക് വെച്ച് അഹരോനും മിരിയാമും കാദേശിൽ വെച്ച് മരിച്ചു. മോശ മരിച്ചു. ദൈവം മോശയെ അടക്കി. മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച യോശുവ വന്നു. യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്നു. അക്കരെ കടന്ന് യെരിഹോം പിടിച്ചു. ഹായി പട്ടണം പിടിച്ചു. ഗിബെയോൻ നിവാസികളെ ഒതുക്കി. പിന്നെ ചീട്ടിട്ട് കനാൻ ദേശം പകുത്തു കൊടുത്തു. ആമേൻ ഗോത്രമായി പകുത്തു കൊടുത്തു. സ്വത്രം പിന്നെ അടുത്ത ന്യായാധിപന്മാരെ നിയമിച്ചു. ഏതാണ്ട് 14-18 ന്യായാധിപന്മാർ. സ്വത്രം 14 എന്നാണ്. നിങ്ങൾ സൺഡേ സ്കൂൾ പുസ്തകങ്ങളെല്ലാം 14 എന്നായിരിക്കും. നാളെ പിടിച്ചു നിർത്തിക്കളയില് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി 2 മണി വരെ നോക്കി ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 13 ഒരാൾ എനിക്ക് വിട്ടുപോയതാ. 14 പേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും 2 ഡ്യൂട്ടി ചെയ്യുന്നവർ, 1 ഡ്യൂട്ടി ന്യായാധിപന്മാരായിട്ടിരുന്നവർ, അങ്ങനെ 18 പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്വത്രം ന്യായാധിപന്മാരെ കൊടുത്തു. എന്തിനാണ് ജനത്തെ ഈ ഇസ്രായേൽ മക്കളെ നടത്താൻ ന്യായാധിപന്മാരെ കൊടുത്തത് എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. ന്യായാധിപന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, ജനത്തെ ഇരുട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്വത്രം ജനത്തെ ഇരുട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം ന്യായാധിപന്മാരാക്കിയെങ്കിലും സ്വത്രം അവരും തെറ്റിപ്പോയി. ന്യായാധിപന്മാർ ഭരിക്കുന്ന സമയം 40 വർഷം 30 വർഷം ദേശത്ത് വലിയൊരു സന്തോഷം വരും, ആനന്ദം വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനം ഒരു വിളിച്ചു. ഓരോരോ സ്വത്രം ജനത്തിന് ഓരോരോ ആഗ്രഹം തോന്നി. അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ആഗ്രഹം വന്നു. ജനം നിലവിളിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ന്യായാധിപന്മാരിലെ ഒരാളാണ് ദെബോറ. ന്യായപാലനം ചെയ്ത ആളാണ്. സ്വത്രം ഈ 18 പേരിൽ ഒരാൾ ദെബോറയാണ്. ആ സഹോദരി 40 വർഷം ന്യായപാലനം ചെയ്തു. ദേശത്തിൽ സ്വസ്ഥത വന്നു. ഓരോരുത്തരും ന്യായപാലനം ചെയ്യുമ്പോൾ ശത്രുവിന്റെ പോരുകൾ ഉടച്ച് പ്രാർത്ഥിച്ചു, അന്ധകാര മണ്ഡലങ്ങൾ അടിച്ചു പ്രാർത്ഥിച്ചു. സ്വത്രം ഗിദെയോൻ, ഇത്താവ്, ബാരാക്ക്, സ്വത്രം യെദൂഥൂൻ, ഇവരെല്ലാം ന്യായാധിപന്മാരായിരുന്നു. ഇവരെല്ലാം ഒഗ്നിയൻ, ഇവരെല്ലാം ന്യായാധിപന്മാരായി. ഇടങ്കയൻ, സ്വത്രം യേഹൂദ്, ഇവരെല്ലാം സ്വത്രം ന്യായാധിപന്മാരായിരുന്നു. ഇവരെല്ലാവരും സ്വത്രം ന്യായപാലനം നടത്തി. 40 വർഷം 60 വർഷം 20 വർഷം 7 വർഷം 8 വർഷം ഇവരെല്ലാം സ്വത്രം ന്യായാധിപന്മാരായിരുന്നു. ദേശത്തിൽ സ്വസ്ഥത വരുത്തി എന്ന് വേദപുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നു. എന്നാൽ പിന്നത്തേതിൽ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. അങ്ങനെ സ്വത്രം ദൈവത്തിന് ഇഷ്ടമല്ല രാജാവിനെ കൊടുക്കണം. രാജാവ് ഒരാളെ ഉള്ളൂ. ആര്? യേശു ക്രിസ്തു. യേശു മാത്രം രാജാവ്. ജനം പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ജനം നിലവിളിച്ചു. ദൈവത്തിന് ഇഷ്ടമല്ല. കോപത്തിൽ ദൈവം ഒരു രാജാവിനെ കൊടുത്തു. ആരെയാ? കോപത്തിലാണ് ദൈവം ഒരു രാജാവിനെ കൊടുത്തത്. ആരെയാ? സ്വത്രം ദൈവം സ്നേഹം കൊണ്ടല്ല രാജാവിനെ കൊടുത്തത്. നോക്കിയേ, സ്നേഹം കൊണ്ടല്ല. പിന്നെ എങ്ങനെ കൊടുത്തു? കോപിച്ചിട്ടൊരു രാജാവിനെ കൊടുത്തു. ആരെയാ കൊടുത്തത്? ശൗല്. 1-ാമത്തെ രാജാവ് ശൗലാണ്. ആരാണ് 1-ാമത്തെ രാജാവ്? ശൗല്. കോപിച്ചിട്ടാണ് ദൈവം രാജാവിനെ കൊടുത്തത്. സ്വത്രം ഹല്ലേലൂയ. ആമേൻ. കോപം കൊണ്ടാണ് രാജാവിനെ കൊടുത്തത്, സ്നേഹം കൊണ്ടല്ല. ചിലരൊക്കെ പറയും പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കത്തില്ല ചിലപ്പോൾ കിട്ടുന്നത്. കോപത്തിൽ നിന്നായിരിക്കാം വരുന്നത്. അത് പിന്നത്തെ ഞാൻ ഒരു ദിവസം പ്രസംഗിക്കും. ദൈവത്തിന് സ്വത്രം പിടിച്ചു വെച്ചൊക്കെ പ്രാർത്ഥിക്കും പറയും. ദൈവത്തിന് സ്വത്രം അനേകരുടെ ആരംഭം കൊള്ള ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം അത് വായിച്ചിട്ട് അഭിഷേകത്തിന്റെ ഇതിലേക്ക് പോകും. ന്യായാധിപൻ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം എല്ലാവരും എടുത്ത് ന്യായാധിപന്മാർ 1-ാം അധ്യായം 1-ാം വാക്യം അതിനകത്ത് എഴുതിയിരിക്കുന്നു. അന്ന് സ്വത്രം ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജനം ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കും. വായിച്ചേ. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. കണ്ടോ, കർത്താവിനോട് ആലോചന ചോദിക്കും. ന്യായാധിപൻ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവിനോട് ആലോചന ചോദിക്കും. എന്നാൽ 21-ാം അധ്യായം അതേ പുസ്തകം ന്യായാധിപന്മാർ 21-ാം അധ്യായം 25-ാം വാക്യം വായിച്ചേ. 25-ാം വാക്യം വായിച്ചേ. ന്യായാധിപന്മാർ 21-ന്റെ 25-ാം വാക്യം വായിച്ചേ. 21-ന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ ആ കാലത്ത് ഇന്നിരിക്കില്ല. പോകാകൊണ്ട് എൻ്റെ ഒരു പ്രാർത്ഥന എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇപ്പം അത് ഇല്ല. 1-ന്റെ 1-ൽ ആലോചന ചോദിക്കും. എന്നാൽ ന്യായാധിപന്മാർ 21-ന്റെ 25-ൽ ഒന്നുകൂടെ വായിച്ചേ. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടക്കാൻ തുടങ്ങി. ആലോചന ചോദിക്കത്തില്ല.
ന്യായാധിപന്മാർ 17:6 വായിച്ചേ. വായിച്ചേ 17:6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തൻ എങ്ങനെ നടന്നു? യേശു കർത്താവ് രാജാവെന്ന് അറിഞ്ഞിട്ട് ആ രാജാവിനെ സ്തുതിക്കാൻ പറ്റാതെ ബോധിച്ചതുപോലെ ഒന്നിൽ ആലോചന ചോദിച്ച ജനം അവസാന അധ്യായം വന്നപ്പോൾ താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോകാൻ തുടങ്ങി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളിൽ എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഓരോ സെക്കൻഡും ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു, ദൈവത്തോട് പറ്റിയിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആരാധന പോയി, ഇന്ന് ദൈവത്തോട് ചോദിക്കുന്നത് പോയി. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനായി, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഓട്ടമായി. ഞാൻ ചോദിക്കട്ടെ, ലോകത്തോടുള്ള ഓട്ടം. എൻ്റെ കർത്താവ് പറഞ്ഞു, ദൈവത്തെ മാമോനെ ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ മാമോനെ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ സ്നേഹം പോയെന്ന് ഞാൻ പറയട്ടെ. ആർക്കും വിഷമം വരില്ലേ? ദൈവത്തെക്കാളധികം മാമോനെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തെക്കാളധികം പ്രാർത്ഥന കുറഞ്ഞ എന്തുകൊണ്ടാ? പറ. പള്ളി വരാൻ താല്പര്യമില്ലത് എന്തുകൊണ്ടാ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കില്ല, വരില്ല. എന്താ കാര്യം? പള്ളിയിൽ ആരാ നടക്കുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുക, വരില്ല. എന്താ കാര്യം? അവരുടെ ചിന്ത മാമോനില്ല, അവരുടെ ദൈവമില്ല, ജീവനില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവൻ വന്നാലേ രക്ഷയുള്ളൂ. ഇല്ല എങ്കിൽ, ജീവനില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ കാലം വരെ, ചിലപ്പോൾ കാലം വരെ ഒന്നും പോകില്ല, ഒരു പരിധി കഴിഞ്ഞ് കാതിൽ പിടിച്ചങ്ങോട്ട് മൂപ്പലിച്ച് അവിടെ എവിടെയെങ്കിലും ഇരുന്നു എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. മൂപ്പ അവിടെ ചെന്നിരി, എനിക്കറിയാം ജീവിക്കാൻ. മക്കൾ പറയും, പള്ളി പോകണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം, എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണം ഞാൻ തീരുമാനിക്കാം. അപ്പച്ചൻ പറയും, മക്കളെ അങ്ങനെ അല്ലടാ, ഇങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് മക്കളെ, സത്യവചനം ഇതാണ് എന്ന് പറയുമ്പോൾ വയസ്സെന്ന് അപ്പനെ തൂക്കിയെടുത്ത് വെളി കൊണ്ടിട്ട് പറയും, എനിക്കറിയാം എൻ്റെ മക്കളെ വളർത്താൻ, എനിക്കറിയാം എങ്ങനെ പോകണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തിരിക്കുന്ന അനേകർ അങ്ങനെയല്ലേ സഹോദരങ്ങളെ? എത്ര പേരുടെ വായിൽ ഇത് വന്നിട്ടുണ്ട് നോക്ക്. എനിക്കറിയാം എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന്, എനിക്കറിയാം എൻ്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന്. അവരെ സൺഡേ സ്കൂളിൽ ഇരുത്തണോ, പഠിപ്പിക്കണോ, വീട്ടിൽ കൊണ്ടുപോകണോ, അവരെ വീട്ടിൽ ഇരുന്ന് ആരാധിക്കണോ, കുടുംബമായിട്ടിരുന്ന് ആരാധിക്കണോ അല്ലയോ എന്ന് എനിക്കറിയാം എന്ന് പറയുന്ന നിങ്ങളെ വാ കൊണ്ട് പറയുന്ന എത്ര പേരുണ്ട്? എന്താ കാര്യം? യേശു അകത്തില്ല. അകത്തുണ്ടെങ്കിൽ ഇതെല്ലാം മാറും. യേശു വരണ്ടേ? എത്ര പേർക്ക് യേശുവിനെ വേണം? ഇല്ലെങ്കിൽ പെന്തക്കോസ് ഇരുന്നൊക്കെയാന്നേ ഉള്ളൂ. 5 വർഷം കഴിയുമ്പോൾ പള്ളിക്കകത്ത് കാണൂല, അത് കഴിയുമ്പോൾ സ്വർഗത്തിലും കാണൂല. പക്ഷെ അപ്പനും അമ്മയും പോകേണ്ടടുത്ത് നാട്ടുകാരെല്ലാം എന്തെന്ന് പറയും? നോക്ക്, അപ്പനും അമ്മയും ഭയങ്കര തീ പോലെ വിസിറ്റ്, പ്രാർത്ഥന, ആരാധന, ഉപവാസം. എന്തൊരു പ്രസംഗം! ദേശം കെടുക്കുന്ന പ്രസംഗം. എവിടെ നോക്കിയാലും ഭയങ്കര പ്രസംഗം, എവിടെ നോക്കിയാലും കേൾക്കാൻ സൗണ്ട്. അവിടെ ആരാധന, ഇവിടെ ആരാധന, അവിടെ വിസിറ്റ്, ഇവിടെ വിസിറ്റ്. കണ്ടോ? ആ അമ്മ പോയി, തലമുറ പോയി. അമ്മ ഇപ്പം ഇല്ല, തലമുറ ഇപ്പം ഇല്ല. അമ്മ പോയി, ഇപ്പം ഇതാ അവർ പള്ളിയിലും പോകില്ല, അവിടെ ആരാധനയില്ല, വീട്ടിലും പാട്ട് കേൾക്കാനില്ല, പ്രാർത്ഥനയാക്കാനില്ല. അവരിതാ ഇതിനും സിനിമാ തിയേറ്ററിലും ഇതിനും ലോകത്തിലുള്ളതിലേക്കും അതാ ആ തലമുറ മദ്യപിച്ചും, ആ തലമുറ പാവം ചെയ്തും, ആ തലമുറ അശുദ്ധിയിലും, ആ തലമുറ പെണ്ണുങ്ങളെ പുറകെ, ആ തലമുറ പയ്യന്മാരെ പുറകെ, ആ തലമുറ വിഗ്രഹത്തിൻ്റെ പുറകെ, ആ തലമുറ ശുദ്ധിരത്തിൻ്റെ പുറകെ, ആ തലമുറ സ്വത്രം കൊച്ചുവള്ളിലും, ആ തലമുറ ഇതാ സ്വത്രം കൊടിയും കൊണ്ടും, അതാ ആ തലമുറ ഇതാ കുരിശും കൊണ്ടും, ആ തലമുറ ഇതാ അവിടെ ഇവിടെയും നേർച്ച കാഴ്ച പൊരിയുടെ പുറകെ, അതാ ചരടിൻ്റെ പുറകെ, അതാ നൂലിൻ്റെ പുറകെ, അതാ വെളിച്ചപ്പാടത്തിൻ്റെ പുറകെ, അതാ നടക്കുന്നു. ശമൂവേൽ പ്രവാചകനായിരുന്നു, മക്കൾ പോയി. ഏലി തലമുറ പോയി. നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരുപാട് തലമുറകൾ പോയി. എന്നാൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യേശുവിനെ രുചിച്ചറിഞ്ഞവർ രുചിച്ചു നിന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അപ്പനകത്തിറങ്ങി അവർ യഥാർത്ഥ സത്യം അറിഞ്ഞു. ആദ്യമൊന്നും ആരാധന അവർക്ക് വെളിപ്പെട്ടില്ല, പക്ഷെ അവർ വില കൊടുത്ത് ദൈവത്തിൻ്റെ അടുത്തിരുന്നു. കർത്താവ്, എനിക്ക് അങ്ങ് രുചിച്ചറിയണം, അങ്ങ് ആരാണെന്ന് എനിക്ക് വെളിപ്പെടണം, അങ്ങ് ആരാണെന്ന് എനിക്ക് തിരിച്ചറിയണം. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോസ്തലൻ ദമസ്കസിൽ വെച്ച് 2 വാക്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. 2 വാക്കിൽ, വെറും 2 വാക്കിൽ. ഒന്ന്, നീ ആരാകുന്നു കർത്താവേ, നീ ആരാ എനിക്കൊന്ന് അറിയണം. 2, ഞാൻ എന്ത് ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ 3 വ്യവസ്ഥ ദൈവം ചെയ്തു. 3 വ്യവസ്ഥയല്ലേ സിസ്റ്ററെ? വ്യവസ്ഥ ദൈവം വെളിപ്പെടുത്തി. അതിലാദ്യത്തെ 2 വ്യവസ്ഥ കൃപയാൽ ദൈവം തരുന്നത്. 3ാമത്തെ വ്യവസ്ഥ അപ്പോസ്തലന് മനസ്സിലായി, അതിന് ദൈവത്തിന് ആളിനെ ആവശ്യമാണ്. അങ്ങനെ 3ാമത്തെ വ്യവസ്ഥയ്ക്കകത്ത് ആരെ വേണം?
ഇന്ന് ഇതിനകത്ത് ഇത് നിന്നെ ഇതിനകത്ത് വേണമെന്ന്. മൂന്നാമത്തെ വ്യവസ്ഥയ്ക്കകത്ത് ആരെ വേണം? മൂന്നാമത്തെ വ്യവസ്ഥയ്ക്കകത്ത് ആരെ വേണം? ആരെ വേണം? ആ പ്രസംഗം പിടിച്ചു, ഏതാണ്ടൊക്കെ പിടിച്ചിരുന്നു. പക്ഷെ അത് ഇന്നലെ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് സംഭവം അതിനകത്തില്ല. എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. മൂന്നാമതൊരു വ്യവസ്ഥ അപ്പോസ്തലൻ വെളിപ്പെട്ടു. ആ വ്യവസ്ഥ വേറെ ഒന്നുമല്ല. എന്നറിയാമോ? ഒരുത്തനെ എൻ്റെ അപ്പൻ വേണം. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെ ദൈവത്തിന് വേണം. രണ്ട് വ്യവസ്ഥയ്ക്കകത്ത് ദൈവം കൃപയാൽ അത് തന്നുകൊണ്ടിരുന്നു. എന്നാൽ മൂന്നാമത്തത്, ആമേൻ, എൻ്റെ അപ്പൻ പറഞ്ഞു, മക്കളെ നിന്നെ എനിക്ക് വേണം, എന്നെ വെളിപ്പെടുത്താൻ. ആമേൻ. ഒന്ന് രണ്ട് കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ ദൈവത്തിന് പറ്റും ചെങ്കടൽ രണ്ടാക്കാൻ. മോശ വരേണ്ട കാര്യമൊന്നുമില്ല. ചെങ്കടൽ രണ്ടാക്കാൻ മോശ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. മോശ വരേണ്ട കാര്യമുണ്ടോ? ചെങ്കടൽ രണ്ടാക്കാൻ മോശ വരേണ്ട കാര്യമുണ്ടോ? പറ അജേഷ്. ചെങ്കടൽ രണ്ടാക്കാൻ മോശ വരണോ? വരണ്ട. പക്ഷെ ദൈവത്തിന് മോശയെ കൊണ്ടുപോകണമായിരുന്നു. ആമേൻ, ആമേൻ. മോശയ്ക്ക് വല്ലതും പറ്റുമോ? ഇല്ല. പക്ഷെ എൻ്റെ ദൈവത്തിന് മോശയെ കൊണ്ടുപോകണമായിരുന്നു. ആമേൻ, 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 ആമേൻ. ഇന്ന് ഇതിനകത്ത് നിന്നെയും ദൈവത്തിന് നിന്നെയും കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് ചെയ്യാൻ പറ്റും. ചെങ്കടൽ ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റും. എന്നാൽ എൻ്റെ ദൈവത്തിന് മോശയെ നിർത്തണം, നിന്നെ നിർത്തണം. എൻ്റെ ദൈവം ആരെന്ന് നിന്നിലൂടെ വെളിപ്പെടുത്താൻ നിന്നെ നിർത്തണം. മോശ കൊണ്ടുപോയി. മോശയ്ക്കകത്ത് സങ്കടം വന്നു. ദൈവം അറിഞ്ഞു. മോശയ്ക്കകത്ത് സങ്കടം വന്നു. ഭയങ്കര സങ്കടം. ദൈവമേ, പുറകെ ഇതാ പറവോന്റെ ശക്തി, ഇതാ ഇടത്ത് കുഴപ്പം, വലത്ത് കുഴപ്പം, മുൻപിൽ ചെങ്കടൽ. ഞാൻ എന്ത് ചെയ്യുമെന്ന് മോശ തകർന്നു. എന്ത് ചെയ്യുമെന്ന് മോശ തകർന്നു. മോശ തകർന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇങ്ങനെയുള്ള മോശെ നിന്നെ എനിക്ക് വേണ്ടടാ. എങ്ങനെ? ഇങ്ങനെ മോങ്ങുന്ന മോശയല്ല എനിക്ക് വേണ്ടത്. അവര് കരഞ്ഞോട്ടെ, അവര് വെറുപിടുത്തോട്ടെ. പക്ഷേ 40 ദിവസം സീനായി മലയിൽ എന്റെ അടുത്തിരുന്ന് ദൈവശക്തി പ്രാപിച്ച മോശ എനിക്ക് വേണം. എടാ, പിറുപിറുക്കാത്ത മോശ വേണം. വടി നീട്ടുന്ന മോശ എനിക്ക് വേണം. പ്രതികൂലങ്ങളെ കണ്ട് പേടിക്കാത്ത മോശ എനിക്ക് വേണം. എനിക്ക് വേണ്ടി മുൻപിൽ നിന്ന് അത്ഭുതം ചെയ്യുന്ന മോശ എനിക്ക് വേണം. ഒരു പേടിത്തൊണ്ടൽ എനിക്ക് വേണ്ട. ഒരു പിന്മാറ്റക്കാരനെ വേണ്ട. ജനത്തെ കണ്ട് പേടിക്കുന്നവനെ എനിക്ക് ആവശ്യം. വടി നീട്ടുന്നവനെ വേണം. മോശേ, 40 രാവും പകലും എൻ്റെ അടുത്തിരുന്ന നിന്നെയാണ് എനിക്ക് ആവശ്യം. രണ്ടാമത്തെ 40 രാവും പകലും എൻ്റെ അടുത്ത് നിന്നെയാണ് എനിക്ക് ആവശ്യം. മോശേ, 10 ബാധ അയച്ച് ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് അത്ഭുതം ചെയ്ത നിന്നെയാണ് എനിക്ക് ആവശ്യം. അവിടെ പിറുപിറുക്കാതെ എൻ്റെ മുഖത്തേക്ക് നോക്ക, നിന്നെയാണ് എനിക്ക് ആവശ്യം. എൻ്റെ ദൈവത്തിന് അവിടെ നിന്ന് ചെങ്കടൽ ആക്കാമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം മോശയോട് വടിയെടുക്കടാ, വിശ്വാസത്തോടെ പറയടാ. ഇതിനകത്തിരിക്കുന്ന പൈതലെ, വടി നിന്റെ കയ്യിലുണ്ട്. വിശ്വാസം നീട്ടാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആമേൻ, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ്. നിന്നെ ആവശ്യമാണ്. നിന്നെ ഉപയോഗിക്കാൻ ഇഷ്ടമാണ്. നിനക്ക് ആഗ്രഹമുണ്ടോ നിന്നോടുക്കാൻ? യോശുവേ, കമന്നിരിക്കുന്ന നിന്നെ അല്ലടാ എനിക്ക് വേണ്ടേ. യെരിഹോവിന്റെ ചുറ്റും കറങ്ങി വിശ്വാസത്താൽ പൊളിക്കുന്ന യോശുവ എനിക്ക് വേണം. പേടിച്ച് പൊക്കം കണ്ട് വണ്ണം കണ്ടിരിക്കുന്നവനല്ല എനിക്ക് ആവശ്യം. യോശുവേ, നിന്റെ മുൻപിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ മതിലിനെ ഇടിക്കാൻ, സ്വോത്രം പറഞ്ഞ് തകർക്കാൻ കഴിവുള്ള നിന്നെയാണ്. നിനകത്ത് ഞാൻ ചോദിക്കുന്നത്, നിനക്കെതിരെയുള്ള ഇരുട്ടിന്റെ ശക്തികളെ സ്വോത്രം പറഞ്ഞ് തകർക്കാൻ, ശരീരത്തെ ദണ്ഡിപ്പിച്ച് വെല്ലുവിളിക്കുന്ന ആ രോഗത്തിന്റെ ശക്തികളെ ശാസിച്ച് കുടഞ്ഞ് വെളിവരാൻ, ആത്മാവിന്റെ ശക്തികൾ നിറഞ്ഞ് വെളിവരാൻ, ഇരുട്ടിന്റെ തേർവാഴ്ചകളെ കുടഞ്ഞ് പൊട്ടിച്ച് വെളിവരാൻ, നിന്റെ മുൻപിൽ നിൽക്കുന്ന ആ ഹായിയെ, അതിനെ കീഴടക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തച്ചുടയ്ക്കുന്ന എൻ്റെ ദൈവത്തിന് പറ്റു ഉടയ്ക്കാൻ. പക്ഷെ നിന്നെ ആവശ്യമാണ്. ദൈവത്തെ വെളിപ്പെടുത്താൻ നിന്നെ ആവശ്യമാണ്. ദൈവത്തെ വെളിപ്പെടുത്താൻ നിന്നെ ആവശ്യമാണ്. ആത്മാവിന് നീ അനുവാദം കൊടുത്താൽ, ആത്മാവിനെ നീ അനുവദിച്ചാൽ, ആത്മാവ് അത് ചെയ്യും. ആത്മാവിനെ അനുവദിച്ചാൽ, ആമേൻ, ആരനുവദിച്ചാൽ? ആത്മാവിനെ അനുവദിച്ചു. യോഹന്നാൻ സുവിശേഷം 16:13 ആത്മാവിനെ അനുവദിച്ചാൽ സകല സത്യത്തിലും വഴി നടത്തും. ആത്മാവിനെ വിട്ടുകൊടു. ആത്മാവിനെ ഏൽപ്പിച്ചുകൊടു. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടൊന്നിനും പറഞ്ഞില്ല. എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് പപ്പയും അമ്മയും അടിക്കുമ്പോൾ വന്നിരിക്കാൻ പറ്റും. പക്ഷെ ആത്മാവിനെ അനുവദിച്ചു കൊടുത്താൽ, ആത്മാവ് എൻ്റെ നിന്റെ മേൽ ഇറങ്ങിയാൽ,
ആത്മാവിന് ശക്തി ഇറങ്ങിയാൽ ആത്മാവ് നിയന്ത്രിക്കും. സകല സത്യത്തിലും വഴി നടത്തും. ആരും പറയാതെ ആരാധന വെളിപ്പെടും. ആരും പറയാതെ പ്രാർത്ഥന വെളിപ്പെടും. ആരും പറയാതെ യേശുവിന്റെ മുമ്പിൽ വീണ് കിടക്കും. ഓ, എൻ്റെ ഭാര്യ എനിക്ക് സപ്പോർട്ടാണോ? എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടാണോ? എനിക്ക് മക്കൾ എനിക്ക് സൈഡ് നിൽക്കാൻ ഉണ്ടോ? നോ പ്രോബ്ലം, നോ പ്രോബ്ലം. നിന്റെ കൂടെ ചിലപ്പോൾ ഭാര്യ നിൽക്കില്ല, ഭർത്താവ് നിൽക്കില്ല, ചിലപ്പോൾ മക്കളും കാണില്ല, ആരും കാണില്ല. പക്ഷെ നീ അനുഭവിച്ചവനാണെങ്കിൽ, നീ അനുഭവിച്ച ആളാണെങ്കിൽ ആരും കാണൂല. നീ ഉദ്ദേശിക്കും പോലെയും കാണൂല. നീ രുചിച്ചറിഞ്ഞ ആളാണെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ആത്മാവിന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഓ ഓ അതെ 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 ആത്മാവിന് വിട്ടുകൊടുത്താൽ, നിന്റെ നിയന്ത്രണം ആത്മാവിന് വിട്ടുകൊടുത്താൽ, ഓഹോ ആത്മാവിന് അനുവദിച്ചു കൊടുത്താൽ സകല സത്യത്തിൽ വഴി നടത്തും. റോമർ 8:26 സ്തോത്രം. ആത്മാവ് ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ആത്മാവിന് അനുവദിച്ചാൽ ആത്മാവ് ബലഹീനതയ്ക്ക് തുണ നിൽക്കും. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നീ അറിയത്തില്ല. ആത്മാവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നിനക്കെതിരെയുള്ള ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ആത്മാവ് ഇറങ്ങി ഇടിക്കും. ഓ ഓ ഓ ആരും പറയണ്ട, ആരും പറയണ്ട, ആരും പറയാത്തൊരു ആരാധന നിന്നിലൂടെ വെളിപ്പെടും. സാത്താന്റെ കെട്ട് പൊട്ടും, ബന്ധന അഴിയും, ചങ്ങല അഴിയും, ദുർബോധം കത്തും, ദുരാത്മാവിന്റെ വ്യാപാരം അഴിയും. ഓ ജീസസ് 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 ഹല്ലേലൂയ ഹല്ലേലൂയ. മൂന്നാമത് ആത്മാവിനെ നമ്മൾ അനുവദിച്ചാൽ, നമ്മൾ അങ്ങ് വിട്ടുകൊടുത്താൽ, ആത്മാവിനെ വിട്ടുകൊടുത്താൽ ആത്മാവ് യുദ്ധക്കളത്തിലിറങ്ങും. യുദ്ധക്കളത്തിലിറങ്ങുമ്പോൾ എതിർ കക്ഷി വിചാരിക്കും ശാലിനിപ്പോ ചാകും, മല്ലനിപ്പോ ശാലിനെ കൊല്ലും. അങ്ങനെ ആൾക്കാർ കൈയടിച്ചിരിക്കാൻ നിൽക്കുക. എൻ്റെ ആൾക്കാർ ഇപ്പം ശാലിനെ കൊല്ലും. അമ്മേ, സ്വർഗത്തിലെ ദൈവം അപ്പോൾ ശക്തി ആത്മാവിനെ ഞാൻ നീ ഏൽപ്പിച്ചാൽ പറ പറ എല്ലാവരും പറ. ചത്ത ഒരാളിനല്ല ദൈവത്തിന് ആവശ്യം. ആത്മാവിന് വിട്ടുകൊട്. ആത്മാവ് തൊടട്ടെ, ആത്മാവ് ഇറങ്ങട്ടെ, ഹൃദയത്തിൽ ഇറങ്ങട്ടെ, അന്യഭാഷകളാൽ നിറയുക, ദൈവശക്തിയാൽ നിറയുക. ഒരാൾ തള്ളുന്നോണ്ടല്ല, ഒരാൾ ഉണ്ണുന്നോണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കുക. ഓഹോ അതെ 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 ഹല്ലേലൂയ. നോക്കിക്കേ, അമ്മേ ആത്മാവിനെ അനുവദിച്ചാൽ, ആത്മാവിനെ അനുവദിച്ചാൽ നോക്കിയേ, ദാവീദ് ആത്മാവിനെ അങ്ങ് വിട്ടുകൊടുത്തു. ദാവീദ് മൂന്നാമത്തെ കാര്യം ആത്മാവിനെ അങ്ങ് വിട്ടുകൊടുത്തു. അവൻ ഒന്നും അറിഞ്ഞില്ല. അവൻ്റെ അറിവ് ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ സഹോദരങ്ങളോടാണ്. എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ സഹോദരങ്ങളോടാണ് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എൻ്റെ അപ്പനെ തിരിച്ചറിഞ്ഞു. എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ. ഒരിക്കലും വിചാരിച്ചില്ല, ഒരിക്കലും വിചാരിച്ചില്ല ചത്തുപോകുമെന്ന് പാട്ട് പാടാൻ ആൾക്കാർ കാത്തുനിന്നു. ദാവീദ് ചത്തുപോകുമെന്ന് പാട്ട് പാടാൻ, ചാകുമ്പോ പാടാൻ പാട്ടും വെച്ച് കുറെ ആൾക്കാർ ഇവിടെ നിന്നു. പാടിയ പാട്ട് എന്നറിയാമോ? ശൗലോ 1000 കൊന്നു, ദാവീദോ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഒരു പാട്ട് അവിടെ പാടിയെന്ന്, ഒരു പാട്ട് അവിടെ പാടിയെന്ന്. ആമേൻ 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 ആമേൻ. ആത്മാവുള്ളവന്, ആത്മാവുള്ളവനെ, ആത്മാവിന് വിട്ടുകൊടുത്തവനെ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തവനെ,
ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ദാവീദ് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് വിട്ടുകൊടുത്തു. ആമേൻ. അവിടെ ഒരു പാട്ട് വന്നു. ദാവീദ് വിചാരിച്ചില്ല ആ പാട്ട് വരുമെന്ന്. ദാവീദ് അറിഞ്ഞില്ല ആ പാട്ട് വരുമെന്ന്. അവിടെ ആ പാട്ട് പാടുമെന്ന് ദാവീദ് ഒരിക്കലും അറിഞ്ഞില്ല. എന്നാൽ അവൻ നോക്കുമ്പോൾ ഒരു പാട്ട് പാടി. എന്ത് പാട്ട്? ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഞാൻ പറയാം, ദാവീദല്ല 10,000 കൊന്നത്. ദാവീദിനെ കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിന് ദാവീദിനെ വിട്ടുകൊടുത്തപ്പോൾ ആത്മാവി ഇറങ്ങി യുദ്ധക്കളത്തിൽ. ആ കൃപ പ്രാപിച്ച്, ആ ശക്തി പ്രാപിച്ച് ഉറങ്ങി ഇരുന്ന് ദൈവശക്തി ഇല്ലാതെ പോകാതെ ആ ദൈവ ബലം പ്രാപിച്ച്. അമ്മേ പറ അപ്പാ, എന്റെ മേലെ ആ ശക്തിയെ തരിക, എന്റെ മേലെ ആ ശക്തിയെ തരിക, എന്റെ മേലെ ആ കൃപയെ തരിക, എന്റെ മേലെ അഭിഷേകത്തെ. ആമേൻ. അവിടെ ഒരു കൃപ ഇറങ്ങി. ഒരു കൂട്ടം പേർ ദുഃഖത്തിന്റെ പാട്ട് പാടാൻ നിന്നു. ഓ, ജയിക്കയില്ലെന്ന് വിചാരിച്ചു, ഇവൻ തോറ്റു പോകുമെന്ന് വിചാരിച്ചു. ആമേൻ. ഹല്ലേലൂയ. തോറ്റു പോകും എന്ന് വിചാരിച്ചു. എന്നെ ശ്രദ്ധിച്ചേ. ദാവീദ് എന്ന പിള്ളേരെ നോക്കിയേ. ദാവീദിന് എത്ര വയസ്സുണ്ട്? 10, 17, 18 വയസ്സ്. പിള്ളേരെ നോക്കിയേ. അവൻ്റെ ഇപ്പുറത്ത് ഇസ്രായേൽ ജനം, തൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നു. ഞങ്ങളാരും, അവന്മാരൊക്കെ പറയുന്നത് കേട്ടോ, അവന്മാർ പറയുന്നത് കേട്ടെ. ഞങ്ങളാരും പറഞ്ഞിട്ട് കേട്ടില്ല. അവൻ കീറി കൊല്ലട്ടെ അവനെ. ആര് പറഞ്ഞത്? സ്വന്തം സഹോദരങ്ങളും ശൗലിൻ്റെ പാർട്ടിയും ഇസ്രായേൽ ജനം മുഴുവൻ. മറ്റേ സൈന്യം പറയുകയാണ്, എൻ്റെ നേതാവ് നോക്ക്, അവൻ്റെ മുമ്പിൽ ഒരു പൊടി പോലെ ഇരിക്കുന്നു. അവനെ എപ്പം കാറ്റി പറത്തും. ആര് പറയുക? മല്ലൻ്റെ ആൾക്കാർ പറയുക, ഗോലിയത്തിൻ്റെ ആൾക്കാർ പറയുക. ദൈവം നോക്കി ഒരു വശത്ത് ഇപ്പം കീറിപ്പറിക്കുമെന്ന് ഇസ്രായേൽ ജനം, മറുവശത്ത് ഇപ്പം കാറ്റിപ്പുറത്തുനിന്ന് ഗോലിയത്തിൻ്റെ സൈന്യം. സ്വർഗത്തിൽ ദൈവം രണ്ടിൻ്റെ നടുവിൽ ദാവീദിന്റെ അകത്തങ്ങ് ഇറങ്ങി. ഇന്ന് ഇതിനകത്ത് ചില മക്കളുടെ പേര് രണ്ടിന്റെ നടുവിലായിരിക്കാം നീ നിൽക്കുന്നത്. ആരോടല്ല ആളുകളെയാ, രണ്ടിന്റെ നടുവിലാ. പക്ഷെ അവിടെ ഒരു കരമിറങ്ങുന്നുണ്ട്. അവിടെ ഒരു പാട്ട് പാടാൻ സമയമായി. അവിടെ ചിലത് തകരാൻ സമയം. ഭാവിയെ, നിന്റെ നന്മയെ, നിന്റെ തലമുറകളെ കെട്ടിപ്പൂട്ടി ഒതുക്കി വെച്ച ചില പാരമ്പര്യത്തിന്റെ ശക്തികളെ, ചില സാത്താന്റെ ശക്തികളെ, ചില ദുർഭൂത ശക്തികളെ, ചില ദുരാത്മാവിന്റെ ശക്തികളെ, ചില ദുർമന്ത്രവാദ കെട്ടുകളെ, ചില ശാപനുഖങ്ങളെ ആത്മാവിനെ അനുവദിച്ചാൽ അപ്പൻ പറയണ്ട. ദാവീദിനെ അപ്പൻ തള്ളിയതല്ല, അമ്മ തള്ളിയതല്ല. ആത്മാവിന് ദാവീദിനെ വിട്ടുകൊടുത്തപ്പോൾ ഇരുട്ടുകൾ നീങ്ങുന്നു. പിശാചിന്റെ വ്യാപാരം തലമുറകളെ കെട്ടി, നിന്റെ പ്രാർത്ഥനയെ കെട്ടി, നിന്റെ ആരാധനയെ കെട്ടി. സ്തോത്രം പോലും പറയാൻ പറ്റാതെ, ആരാധിക്കാൻ പറ്റാതെ, പള്ളി വരാൻ പോലും താല്പര്യമില്ലാതെ, വചനം വായിക്കാൻ താല്പര്യമില്ലാതെ നിന്നെ കെട്ടിയ നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ കെട്ടി പൂട്ടി വരിഞ്ഞ ആ പിശാചിന്റെ വ്യാപാരങ്ങളെ തച്ചുടക്കുന്ന ഒരു ശക്തി. പേടിക്കും നിന്നെയല്ല ആവശ്യം, വടി നീടുന്ന നിന്നെ. ഇതിനകത്ത് ചില മക്കളെ വടി നീട്ടാൻ, പ്രതികൂലങ്ങൾ നേരെ വടി നീട്ടാൻ, പ്രശ്നത്തിന് നേരെ വടി നീട്ടാൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ആ വടിയെടുത്ത് നീട്ടാൻ, തീരുമാനമെടുത്തതല്ല നീ, പുറത്തു വന്നതല്ല നീ ഉറപ്പിച്ചതല്ല നീ, ദൈവവേലയ്ക്കായി വേർതിരിക്കപ്പെടുന്നതല്ല നീ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതല്ല നീ, അപ്പൻ കഴിഞ്ഞ ഉള്ളെന്ന് പറഞ്ഞതല്ല നീ വേണം. കൈ വെക്കാൻ ദൈവമുണ്ട്. വടി നീട്ടാൻ നീ വേണം. കൈ വെക്കാൻ ദൈവമുണ്ട്. ഊതാൻ ദൈവമുണ്ട്. കാറ്റടിപ്പിക്കാൻ ദൈവമുണ്ട്. വടി നീട്ടാൻ നീ നിൽക്കുമോ? അല്ലെങ്കിൽ നീ വീട് പോകും, നീ തകർന്നു പോകും. ആ ആത്മാവിന്റെ ശക്തിക്കായി നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഒന്ന് മാറി പ്രതികൂലല്ലേ. കാരണം എന്താ? നിനക്കൊരു വിളിയുണ്ട്, നിനക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. നീ അതിനകത്ത് കിടക്കും തോറും കെട്ടപ്പെടേ ഉള്ളൂ. നീ അതിനകത്ത് കിടക്കും തോറും നീ ഒരു നന്മയും കാണാൻ പറ്റത്തില്ല. നന്മ കാണണോ, വിടുതൽ കാണണോ? പണ്ട് കാലത്ത് നിനക്കൊരു വിളിയുണ്ടെന്ന്, നിനക്കൊരു തെരഞ്ഞെടുപ്പുണ്ടെന്ന് ആ കർത്താവിനടുത്തിരുന്നത് നീ മറന്നു. പേടിക്കുന്ന
ആവശ്യം. വഴി നീട്ടുന്ന നിന്നെ, പിറുവിറുക്കുന്ന നിന്നെ അല്ല ആവശ്യം, പിറുവിറുക്കാത്ത വിശ്വസിക്കുന്ന നിന്നെ. ആ ചെങ്കടലിന്റെ നടുവിൽ ഒരു വഴി തുറക്കാനുണ്ട്, ഒരു വഴി തുറക്കാനുണ്ട്. പക്ഷെ ആ വഴി തുറക്കാൻ നിന്നെ ദൈവം നിന്നെ ഫ്രണ്ടിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പനോട് പറ, അപ്പ അങ്ങയെ കുറിച്ച് എനിക്ക് അറിയണം, അങ്ങന്റെ അകത്ത് വരണം, എന്റെ പ്രാർത്ഥനയുടെ രീതി മാറണം, എന്റെ സ്തോത്രം മാറണം, എന്റെ സ്തുതി മാറണം. ദാവീദ് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് അറിഞ്ഞൂടാ, മല്ലൻ മുൻപിലുണ്ട്, പ്രതികൂലമുണ്ട്, എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. സ്വർഗം തുറന്നു, ഒരു നദി ഇറങ്ങി വന്നു, ആത്മാവിൽ അവൻ പുറപ്പെട്ടു. ആമേൻ. മുൻപിൽ പ്രശ്നമാ, പിൻപിൽ പ്രശ്നമാ, എല്ലാവരും നീ തീർന്നു കാണാനിരിക്കുക. പക്ഷെ അവയുടെ നടുവിൽ ഒരു കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു, ഒരു കരം നിനക്ക് വേണ്ടി. അപ്പോസ്തലപ്രവൃത്തി 16:16. ആത്മാവിനെ അങ്ങ് വിട്ടുകൊടുത്താൽ ആത്മാവ് ചിലത് സംസാരിക്കാൻ വിടത്തില്ല, ചില ഫോൺ കോൾ എടുക്കാൻ വിടത്തില്ല, ചില സ്ഥലങ്ങളിൽ സന്ദർശനം വിടത്തില്ല. ചിലപ്പോൾ പ്രസംഗിക്കാൻ ഇവിടെ പ്രസംഗിക്കേണ്ടെന്ന് വിലക്കും, ചിലത് വിലക്കും, ചിലത് വിലക്കും. ആത്മാവ് പറയും, മക്കളെ ഈ യാത്ര നിനക്ക് വേണ്ടെന്ന്. ചിലത് വിലക്കും, ചിലത് വിലക്കും, 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 ചിലത് വിലക്കും, ചിലത് വിലക്കും, ചിലത് വിലക്കും. ഹല്ലേലൂയ. നാലാമത്തത്, നിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവ് ചിലടത്ത് വിടുകയില്ല. ചിലടത്ത് പിശാചിന്റെ പദ്ധതി കണ്ട് അവയെ ഉണ്ടാക്കും. നമ്മളെ വിടൂല, നമ്മളെ രക്ഷിക്കും.